മാധ്യമപ്രവർത്തകരോട് ഞാൻ തന്നെ ആദ്യം ക്ഷമ ചോദിക്കണം. ഇത്രയും സമയം വൈകിയുണ്ട്, കുറേ കാര്യങ്ങളുണ്ടായതുകൊണ്ട് വൈകിയത്. നമുക്ക് ഇനി ഒന്നുമില്ല, നേരിട്ട് വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. ആദ്യം ഹലോ, ഇരുന്ന് പറഞ്ഞു. ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ സ്കൂളിലൊരു ഇതാണ്, ഇങ്ങനെ ഓരോ ചോദ്യം ചെയ്യുമ്പോൾ അറിയാണ്ട് എഴുന്നേറ്റ് പോകും. സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു ലേറ്റായി തുടങ്ങിയതിന്. ഇവിടെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ക്ഷണിച്ചു വന്നവർക്കൊക്കെ സ്വാഗതം. ചെറിയൊരു അപേക്ഷയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ആസ് ബീങ് എ പ്രസ് മെമ്പർ ഓഫ് ദ പ്രസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്, ഉത്തരം പറയുന്ന റൈറ്റ്സ് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് കോൺട്രവേഴ്ഷ്യലായ ക്വസ്റ്റ്യൻസ് ഒന്നൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ചോദ്യത്തിൽ തുടങ്ങി അത് കോൺട്രവേഴ്ഷ്യലായി അത് അങ്ങനെ പോയി നമ്മുടെ സബ്ജക്റ്റ് മാറി ടോപ്പിക്ക് മാറി വേറെ പല വിഷയത്തിലോട്ട് നടക്കും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടെന്നുള്ളത്. പക്ഷെ നമുക്കില്ല, അത് നമുക്ക് പേഴ്സണൽ പ്രൈവറ്റ് ആക്കാം. ഇത്രയും പേര് ഞങ്ങൾക്ക് ഒപ്പീനിയൻസ് ഒക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ട് പേഴ്സണലായിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരം പറയാം കേട്ടോ. സോ ഇതിൻ്റെ ഒരു അപേക്ഷയാണ്, യു കെൻ ആസ്ക്. ബട്ട് നമുക്ക് മാക്സിമം ഒന്നൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് സിനിമയെക്കുറിച്ച് പറയാം. അതല്ലേ നല്ലത്. ഓണം വരാൻ പോവല്ലേ. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതന്നെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നടക്കുന്ന പല പ്രശ്നങ്ങളും മീഡിയയിൽ വരുന്ന പല ന്യൂസുകളും നമുക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാക്കി തരുന്നുണ്ട്. സോ അതിലേക്ക് കിടക്കാണ്ട് ലെറ്റസ് സിനിമയെക്കുറിച്ചും ഓണത്തെക്കുറിച്ചും സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. ചോദ്യം ചോദിക്കാനാണ് ആദ്യം. നമ്മുടെ പ്രൊഡ്യൂസർ എബ്രഹാം മാത്യു സർ about the cinema and release, please. എല്ലാവർക്കും നമസ്കാരം. എത്തിയിരിക്കുന്ന എല്ലാ മീഡിയ പ്രവർത്തകർക്കും, മീഡിയ ആൾക്കാർക്കും, അപ്പം ഓഫീസിൻ്റെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിപ്പിക്കുന്നു. ഈ ബാഡ് ബോയ്സ് എന്ന മൂവി ഏതാണ്ട് 5 മാസം കൊണ്ട്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ വന്നപ്പോൾ ഏതാണ്ട് 5 മാസം മുമ്പെയാണ്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് കറക്ഷനും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പോയി. കഴിഞ്ഞ 90 ദിവസം ഇല്ലെങ്കിൽ ഏതാണ്ടൊരു 90 ദിവസം കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ 55 ദിവസം കൊണ്ട് ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പം 40 ദിവസത്തോളമായി. ഈ 40 ദിവസം കൊണ്ട് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ടെക്നീഷ്യൻസ് ഇതിനെ കംപ്ലീറ്റ് പണി കഴിച്ചത്. എല്ലാ ജോലികളും കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് എല്ലാം പൂർത്തീകരിച്ച് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സിനിമ സന്തോഷമായിട്ട് ഞങ്ങൾ വിൽക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ള പരിപൂർണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഇതിൽ വർക്ക് ചെയ്ത കുഞ്ഞുകുട്ടി അപാലവൃത്തം ഞങ്ങൾ, ഇതിൻ്റെ ഡയറക്ടർ തൊട്ട് ഇതിൻ്റെ മെയിൻ ആർട്ടിസ്റ്റ് തൊട്ട് ഇതിൻ്റെ ഓരോരോ ക്രൂ മെമ്പേഴ്സും അവരാൽ കഴിയുന്ന മാക്സിമം ഹാർഡ് വർക്ക് ഇതിൻ്റെ ബെറ്റർനെസ്സിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നൊരിക്കലും എനിക്ക് പറയാൻ ഒക്കത്തില്ല. ആസ് എ പ്രൊഡ്യൂസർ അവരുടെ കൂടെ താങ്ങും തണലുമായി നിന്ന് ഞാനും എന്തൊക്കെ സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നോക്കുമോ ഇത് കംപ്ലീഷൻ ടൈമിൽ ചെയ്യാൻ വേണ്ടി. കാരണം ഇത് ഓണത്തിന് റിലീസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. രണ്ടാമത് ഈ സിനിമ ഓണത്തിന് ഒരു ഫെസ്റ്റിവൽ മൂവിയുടെ സോണറിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ഓണത്തിന് തന്നെ ഇറക്കണമെന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി നമ്മൾ തീർക്കാൻ വേണ്ടി രാവും പോലും വർക്ക് ചെയ്തത്. അപ്പോൾ അത് ആ പരിശ്രമം നമ്മുടെ കംപ്ലീറ്റായി, ആ മിഷൻ കംപ്ലീറ്റായി. നാളെ ഫസ്റ്റ് ഷോ വനിതാ തിയേറ്റർ ടോക്കീസിൽ വെച്ച് എടപ്പള്ളിയിലുള്ള 10 മണിക്ക് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. നാളെ ഓൾ ഇന്ത്യയിൽ ഈ മൂവി റിലീസ് ചെയ്യും. അത് കഴിഞ്ഞ് GCCയിൽ സെപ്റ്റംബർ 20 തൊട്ട്, GCC അതർ എൻ്റയർ വേൾഡ് സെപ്റ്റംബർ 20 തൊട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, ഇതൊരു വലിയ സിനിമയല്ല, ഇതൊരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. ഈ സിനിമ കാണാൻ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു നിരാശ ഉണ്ടാകത്തില്ല. കാരണം ഈ സിനിമ കണ്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കിതൊരു സന്തോഷം, ഇല്ല ഒരു ഉത്തേജനം, ഇല്ല ഒരു ആനന്ദം പകർന്നു തരുന്ന സിനിമയായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല.
അതാണ് എൻ്റെ സിനിമയെക്കുറിച്ച് ഇത് പറയാനുള്ള ഒരു സന്ദേശം. ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ മറ്റുള്ള അണിയറ പ്രവർത്തകർ നിങ്ങളോട് സംസാരിക്കും. താങ്ക് യു, നന്ദി, നമസ്കാരം. അപ്പൊ ഇനി ബാലാസ് പ്ലീസ്, നമ്മൾ ടീസറിലും ട്രെയിലറിലും ഒക്കെ മുഖം കണ്ടു, എങ്ങനെയാണ് സിനിമയിൽ വരുന്നത്? എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. കലൈ സിംഗം ദുരൈരാജ് സിംഗർ അടിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ സ്വഭാവം തന്നെയാണ് ക്യാരക്ടർ. പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ ട്രെയിലറിൽ ഡബിങ് പോയ സമയത്തും ഞാൻ കണ്ട ഒരു കാര്യം, ഓണമല്ലയാ, ഓണം ഫെസ്റ്റിവലിൽ നമ്മളൊരു പടം കാണാൻ കയറുമ്പോൾ ഓരോരോ ഫ്രെയിമിലും ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഹമ്പിളായിട്ട് പറഞ്ഞു ചെറിയ പടം ഒന്നുമില്ല കേട്ടോ, കോടികൾ മുടക്കിയിട്ടുണ്ട്. എനിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ചുമ്മാ പറഞ്ഞത്. ഐ റിയലി അപ്രീഷിയേറ്റ് അതാണ് മൂവീസ്. എനിക്ക് ആർട്ടിസ്റ്റ് ഒരു പടം എടുക്കുമ്പോൾ ഓരോ ഫ്രെയിമിലും നല്ല റിച്ച്നെസ് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ഫെസ്റ്റിവൽ മൂവി. വരുന്ന ഓഡിയൻസിന് അത് ഭയങ്കര ഒരു ബഹളമായിരിക്കും, സന്തോഷമായിരിക്കും. ആൻഡ് അഫ്കോഴ്സ് രംഗമണിക്ക് അവിടെ ഉണ്ട്. എടുത്തു പറയണമെങ്കിൽ ഞങ്ങളൊരു പടം ചെയ്തു കേട്ടോ, ഐ തിങ്ക് 14 വർഷം മുമ്പ്. ഇപ്പോൾ 14 വർഷം ശേഷം പിന്നെയും ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്, ഒരു മാറ്റമില്ല, അതേപോലെ. എല്ലാവരും ചോദിക്കാറ് എങ്ങനെ ഈ സീക്രട്ട്. എനിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമില്ല, എല്ലാ ദിവസവും 3 കിലോമീറ്റർ ഓടുന്നുണ്ട്. എവിടെ വെച്ച്? ദുബായിൽ വെച്ചിട്ടാണ് പറയുന്നത്, ഓർമ്മ. അത് മാത്രമല്ല, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹം, അപ്പം ഞാൻ മമത ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടി ഒരു ജിമ്മൊക്കെ റെഡിയാക്കി കൊടുത്തത്. സോ ഒരു ആർട്ടിസ്റ്റായിട്ട് പുറകില് ഇവരൊക്കെ ചെയ്യുന്ന ഡെഡിക്കേഷൻ, എക്സസൈസ്, ഡയറ്റിംഗ് ഒന്നും നിങ്ങളുടെ മീഡിയയിൽ പുറത്ത് പറയില്ല. പക്ഷെ പടത്തിൽ കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണണം. ഹി ഈസ് ലുക്കിംഗ് സോ യങ് ആൻഡ് എനർജറ്റിക്. അത് ആക്ഷൻ സീക്വൻസ് ആവട്ടെ, റൊമാൻസ് ആവട്ടെ, ഡാൻസ് ആവട്ടെ, അതേക്ക് അതന്നെ എപ്പോഴും. ആൻഡ് വേറെന്താ പറയുക, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ്, പക്ഷേ പവർഫുൾ ആയിരിക്കും. പിന്നെ ഇക്ക പറഞ്ഞു കോൺട്രവേഴ്സി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, ഓണം നല്ല ഒരു പടമുണ്ട്. അഫ്കോഴ്സ് ഞാനും ഇക്കാവും പ്രൊഡ്യൂസറും എല്ലാവരും വന്നിരിക്കുന്നത് ബാഡ് ബോയ്സ് പടത്തോടെ പ്രൊമോഷൻ വേണ്ടി. പക്ഷെ ടിനി ടോം ആ ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത്. ഏത് കോൺട്രവേഴ്സി ആണെങ്കിലും ടിനി ടോം എടുത്ത് മുഖം നോക്കി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പറയാം. ഏത് കമ്മിറ്റി ആയാലും പുള്ളി ഒന്നും പേടിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ തുടങ്ങാം കേട്ടോ. അപ്പൊ എന്തിനും തയ്യാറായ ടിനി ടോം ആണോ? ഞാൻ മലയാളത്തിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ബാക്കിയുണ്ടായിരുന്ന റഹ്മാൻ സാറായിരുന്നു. സിനിമ കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ മമ്മൂക്ക, ലാലേട്ടൻ, റഹ്മാൻ സാർ, അങ്ങനെ 3 പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ഇതിനോടൊരു പാഷൻ തോന്നുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. കുറച്ച് വൈകിയെങ്കിലും നല്ല സ്ക്രീൻ പ്രസൻസ് തന്നതിന് അബാം മൂവീസിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഉമർ ലുലുവിനും അതുപോലെ തന്നെ. ഇത് ഞാൻ അബാമിൻ്റെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ ഷീ ടാക്സി ആയിരുന്നു. അതിനുശേഷം പുത്തൻ പണം മമ്മൂക്കയുടെ പടത്തിലുണ്ടായിരുന്നു. പിന്നീട് വരുന്നത് ഇപ്പോൾ ഈ ബാഡ് ബോയ്സ് ആണ്. ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവർ 4 പേരാണ്. ഞാനും ബാലയൊക്കെ ഗുഡ് ബോയ്സ് ആണ്. അപ്പോൾ കുറെ കാലമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന്. ഇതൊരു പുതിയ ബെൽറ്റ് ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. മലയാള സിനിമയിൽ വരുന്ന ഏറ്റവും പുതിയ ബെൽറ്റ് ആയിരിക്കും. ബാലയുടെ നാവ് പൊന്നാവട്ടെ. കുറെ കാലമായി ഞങ്ങളൊരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അബാം ബെൽറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബെൽറ്റ് വന്നിരിക്കും. എഴുതി വെച്ചോളൂ. നാളെ കേരളത്തിന്റെ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ബാഡ് ബോയ്സിലൂടെ ആയിരിക്കും. എല്ലാ സിനിമകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം. ഓരോ ദിവസവും ഓരോ ചോയ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബാഡ് ബോയ്സിനോടുള്ളതുകൊണ്ട് ബാഡ് ബോയ്സിലൂടെ ഓണാഘോഷം തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം. ചോദിക്കാൻ വല്ലതുണ്ടോ? നമസ്കാരം. ഒരുപാട് സന്തോഷം. ചെറിയ കോൾഡാണ്. ഒരുപാട് അറിഞ്ഞ മുഖങ്ങൾ, അറിയാത്ത മുഖങ്ങൾ, ഒരുപാട് മീഡിയ സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സോറി. നമ്മളങ്ങനെ
റഹ്മാനിക്കയെ നമ്മൾ ഇങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു സംഭവമാണ് അത് ഒമർക്ക് നല്ല രീതിയിൽ കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം റഹ്മാനിക്കൻ അങ്ങനെ കളർഫുൾ ആയിട്ട് കാണാൻ. അപ്പോൾ ആ മൂവീസ് നല്ല രീതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഓണത്തിന് വരുന്നു. ഓണത്തിൽ വരുന്ന എല്ലാ സിനിമകളുടെ കൂടെ നമ്മുടെ എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. ബിബിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്യാരക്ടർ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക്. അല്ല, എനിക്ക് എൻ്റെ പരിപാടിയെ പറ്റി ഉപരിയായിട്ട് സിനിമയിൽ നല്ല രീതിയിൽ ചിരിക്കാനും നല്ല ഡാൻസും നല്ല പാട്ടും നല്ല ഫൈറ്റും ഒക്കെ ഉള്ളൊരു എല്ലാം കൂടി ചേരുവ അല്ലെങ്കിൽ ഒരു നല്ലൊരു മസാല ഫിലിമാണ് ബാഡ് ബോയ്സ് എന്നേ പറയാനുള്ളൂ. അതിൽ നിങ്ങൾ ബാക്കി പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ ഈച്ച് ആൻഡ് എവരി വണ്ണിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. സിനിമ വലുതും ചെറുതൊക്കെ ആവുന്നത് തിയേറ്ററുകളാണ്. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് നമുക്ക് കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങളോടൊപ്പം ഒറ്റ സിനിമയിൽ തന്നെ ആ ഒരുപാട് താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ബാബു ആന്റണി ചേട്ടൻ, റഹ്മാനിക്ക, ശങ്കർ സാറ്, ദീപന്റെ ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളോടൊപ്പം അഭിനയിക്കാൻ പറ്റി. അതുപോലെ അങ്ങനെ നമ്മുടെ ഡയറക്ടർ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം ഈ സിനിമയിലൂടെ കിട്ടി. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടറാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മാത്രമല്ല, റഹ്മാനിക്ക നമ്മള് പണ്ട് കണ്ട പോലത്തെ അങ്ങനത്തെ ഒരു കോളേജ് കുമാരൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. പുള്ളിയും കോമഡിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ത്രൂ ഔട്ട് ഒരു കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓണത്തിന് കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയായിരിക്കും ഇത്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ കാരണം കുറച്ച് ലേറ്റ് ആയി. ഇന്ന് ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് എന്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് നേരമായി പോയി. അതുകൊണ്ടാണ് സോറി. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. ബാഡ് ബോയ്സ് പറ്റി പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തന്നെ, ഇതിൻ്റെ കഥാപാത്രം, മൊത്തത്തിൽ ഈ സിനിമയുടെ സ്റ്റൈൽ, സിനിമയുടെ എന്താ പറയുക ഇതൊക്കെ എനിക്കൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കാർക്കും ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ സാധാരണ ഒരു ഹ്യൂമർ ഫിലിം, കോമഡി ഫിലിം ആയിട്ട് കാണുമായിരിക്കും. പക്ഷെ എനിക്കിതൊരു വലിയ ചേഞ്ച്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. കഥ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. 3-4 തവണ ഉമ്മറിൻ്റെ അടുത്ത് വന്നു, പല ലൊക്കേഷനും ഈ കഥ പറയുകയും ഇതിനൊപ്പം നമ്മുടെ സാറിൻ്റെ ജയപ്രകാശ് പുള്ളി ഈ കഥ പറയുമ്പോഴും ഓരോരുത്തരുടെ വോയിസിൽ ആണ് മിമിക്രി ഒക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞത്. ഇതൊക്കെ കേക്ക് എനിക്ക് ഭയങ്കര അന്ന് ഒരുപാട് പൊട്ടിച്ചിരിക്കുകയുണ്ടായിരുന്നു. സിനിമ കഥ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഈ കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് എങ്ങനെ ഉമ്മറ വന്നത്, നിങ്ങൾ എന്നെ എന്താ കണ്ടത്, ഞാനൊരു കോമഡി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളി തന്നെ ഓർപ്പിലും ധൈര്യത്തിലാണ് സത്യം. ഇത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആണ് ഞാൻ ഇന്ന് ബാഡ് ബോയ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് ആസ് എൻ ആക്ടർ എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കൂ, ബാക്കിയുള്ള ആക്ടേഴ്സിനും. അപ്പോൾ സന്തോഷം ഞാൻ ഈ പടം ചെയ്തതിൽ. ആൻഡ് ഈ പടം നമ്മളിത് ഡിസ്കഷൻ്റെ സമയത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെയും ഓമറുടെയും ആഗ്രഹമായിരുന്നു ഒരു ഓണം റിലീസാക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്കും ആദ്യമായിട്ടാണ് ഒരു ഓണത്തിന്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്
ഓണത്തിനൊരു റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ റെഡിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കിംഗ് വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ അബാ മൂവീസ് എബ്രഹാം മാത്യൂസ് ഞങ്ങൾക്ക് ഒപ്പം സഹകരിച്ചുകൊണ്ട് ഈ പടത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ റൂമിൽ ഇരുന്നിട്ട് മാത്യു സാർ എൻ്റെ അടുത്ത് എന്ത് വന്നാലും ഞാനിത് ഓണത്തിന് റിലീസ് ചെയ്തിരിക്കും റഹ്മാൻ, ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട, ഈ പടം ചെയ്യാനും കൂടി എനിക്ക് ധൈര്യം തന്ന ആളാണ് സത്യം. ആൻഡ് താങ്ക് യു ഇബ്രാഹിം, താങ്ക് യു സോ മച്ച്. ഉമറിനോട് ഞാൻ നന്ദി പറഞ്ഞില്ല. ഉമറെ ഞാൻ കാണുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ബ്രദർ സ്ഥാനത്ത്. ചേട്ടൻ സോ ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ടാഗ് ലൈനിൽ തന്നെ കാണുന്നുണ്ട്, ഒമർ ഫൺ ഫിലിം. അതായത് ഇറ്റ്സ് എ വെരി കൂൾ ടേക്ക് ഇറ്റ് ഈസി കൈൻഡ് ഓഫ് ഫിലിമാണ്, ഫീൽ ഗുഡ് ഫിലിമാണ്, ഒരുപാട് ചിരിക്കാൻ. അതായത് ഇതിന് അണ്ടർ കറണ്ട് പറഞ്ഞ ഹ്യൂമറാണ്. പക്ഷെ ഹ്യൂമർ മാത്രമല്ല, ഇതിൽ നല്ല എമോഷൻസ് ഉണ്ട്, നല്ലൊരു കഥ, ഒരു ലൈൻ പോകുന്നുണ്ട്, സ്റ്റോറി ലൈൻ, അത്യാവശ്യത്തിന് ഫൈറ്റും ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഡാൻസും ഉണ്ട്. സോ ഓണത്തിന് വേണ്ട, ഉത്സവത്തിന് വേണ്ട ഒരു എല്ലാ ഐറ്റംസും ഈ സിനിമയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒമർ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥ കേൾക്കുമ്പോഴൊക്കെ ഡയറക്ടർമാർ അഭിനയിച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും, ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു വലിയ സ്കെയിലിൽ എത്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടില്ല. ഇത് സത്യമാണ്. ഞാൻ ഇങ്ങനെ വരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നോ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എനിക്ക് ഒരുപാട് ടെൻഷൻ. സിനിമ നന്നായിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് ഇതിൻ്റെ ഹൈപ്പൊക്കെ കണ്ടിട്ട്. ആൻഡ് താങ്ക് യു ഉമർ, ഈ വേദിയിലാണെങ്കിലും ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇതൊരു വൺ മാൻ ഷോ കളിയൊന്നുമില്ല. ഇതിൽ ഒരുപാട് നടന്മാരുകളുണ്ട്. ആൻഡ് എല്ലാവരും ഇതിൽ ഹീറോ തന്നെയാണ്, എല്ലാവരും ബാഡ് ബോയ്സ് ആണ്. ഇതിൽ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഗ്രേഷ്യേഡ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ. ആൻഡ് എനിക്ക് ഇവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ ഒരു എന്താ പറയുക സ്പേസ് കിട്ടിയത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ആൻഡ് ഇവിടെ എല്ലാവരും ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ. താങ്ക് യു വിപിൻ, താങ്ക് യു പോൾ, താങ്ക് യു ടിനി, താങ്ക് യു ബാല, താങ്ക് യു സന്ദർ, താങ്ക് യു ഷീലു, താങ്ക് യു താങ്ക് യു ഫോർ. സോ അതൊക്കെ തന്നെയാണ്. ആൻഡ് ഇനി ഡയറക്ടർ സാറിന്റെ ഞാൻ ഈ കഥ പറഞ്ഞ് അപ്പൊ സാറിങ്ങനെ ചിരിച്ചു. എന്നിട്ട് സാറ് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് പറ്റും, കാരണം എനിക്ക് ആ ഒരു വിഷയം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്തത് കോമഡി അല്ലെങ്കിൽ യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഒരു പടം രണ്ട് പടം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് തരും, ഇയാൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ആറിന് ഇൻജെക്ട് ചെയ്ത് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ സാറ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സാറിന് തന്നെ അപ്പൊ ഇത് ശരിക്കും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നില് എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്ക് ഇന്നത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്കിടയിൽ ഭയങ്കരമായിട്ട് കൂടി ഇതുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ശ്രമമാണ്, എന്നെ സ്റ്റാമ്പ് ചെയ്ത് തന്നെ പൊളിച്ച് മാറ്റാനുള്ള എന്റെ ഒരു ശ്രമമാണ് ഈ സിനിമ. അതിന് എന്റെ കൂടെ നിന്ന് റഹ്മാൻ സാർ, പ്രൊഡ്യൂസർ അബ്രഹാം സാർ, ഷീലു, എല്ലാവരും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ എന്താ പറയാ അത്രയും ഇതിലാ പറയണത്. പിന്നെ എങ്ങനെ വന്നാലും ബോറടിക്കൂല, പക്ക ഒരു എന്റർടൈനർ ആയിട്ടാണ് ഞങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹ്യൂമറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പക്ക ഒരു ഓളം തമിഴ് തെലുങ്ക് പടങ്ങളുടെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഓണത്തിന് ഒരു അത്തപ്പൂക്കളം പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിലും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് എന്റെ വിശ്വാസം, അല്ലേ വിപിനെ? അപ്പോ ഞാൻ സാറിന് കൊടുക്കാം. നമ്മളൊരു ടീമാന്ന് പറഞ്ഞ ടീമേ. നമസ്കാരം. വളരെ സന്തോഷം. എൻ്റെ ഈ സിനിമയിൽ എൻ്റെ പേര് ടീം എന്ന് തന്നെയാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് സിനിമയിലൊന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരും പരാതി. ഞാൻ 18 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്.
മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടയായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 100ഓളം സിനിമയിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഗുണ്ടകളായിട്ട് അഭിനയിച്ചപ്പോഴും ഗുണ്ട തന്നെയായിരുന്നു. പിന്നീട് അതിന് മാറ്റം ഉണ്ടായത് വിജയ് സാറിൻ്റെ തെരി എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ച ശേഷമാണ്. പിന്നീട് ആ ചാൻസും ചോദിച്ചില്ല. ചാൻസ് ചോദിക്കാതെ എനിക്ക് സിനിമയിൽ അവസരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് മുരളീധർ സാർ എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. ഈ സിനിമയിൽ ഞാൻ ഗുണ്ടയല്ല, അത് ആദ്യം തന്നെ പറഞ്ഞോളാം. സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ എന്നെ കോമഡി ചെയ്യാനായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ചെറിയ കോമഡി സീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി മാസ് ഡയലോഗ് തന്നിട്ടുണ്ട്. ഒരു കൊച്ചിക്കാരനായിട്ട് അസലൊരു പച്ച ഒരു കൊച്ചിക്കാരനായിട്ട് അഭിനയിച്ചേക്കുന്നത് എങ്ങനെ ഉണ്ടാവും എനിക്ക് പറഞ്ഞോളൂ. എത്രയൊക്കെ സീൻ ഉണ്ടെന്ന് പറയാൻ പറ്റും, എത്രയൊക്കെ സീൻ കട്ടായി പോയെന്ന് എനിക്ക് പറഞ്ഞോളൂ. എന്റെ പ്രൊമോഷൻ പറയണ്ടേ? അപ്പൊ ബാഡ് ബോയ്സ് എനിക്ക് തോന്നുന്നത് ഈ ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ വേഷമാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും ബാഡ് ബോയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എനിക്ക് സന്തോഷം. അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണുമെന്ന് എനിക്കറിയാം. എല്ലാവരും കാണുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി തുടങ്ങി സിനിമയിൽ ഞാനും ഉണ്ടാവും. ഇനി ഇറങ്ങുന്ന സിനിമകളിലേക്ക് ഇനി ഞാൻ ചാൻസ് ഒക്കെ ചോദിക്കാൻ വേണ്ടി വളരെ സന്തോഷം. എനിക്ക് നന്ദി പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസറും പിന്നെ മുരളീധർ സാറിന്. പവർ സ്റ്റാർ എന്നൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു വേഷം പറഞ്ഞു. ആ പടം ഇനി നടന്നില്ല, ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വളരെ സന്തോഷം. എനിക്കും നാളെ സിനിമ കാണാൻ വേണ്ടി ത്രില്ലടിച്ചിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും സിനിമ കാണാൻ വരുമെന്ന് എനിക്കറിയാം. ഞാനും ഇനിയും പ്രൊമോഷൻ ചെയ്യും സിനിമ. അപ്പൊ കൂടെ ഉണ്ടാവും. താങ്ക് യു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പക്ക യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ ഒരു ഫാമിലിയും കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ മുൻ സിനിമകൾ കണ്ടിട്ട് ഇപ്പൊ കുറെ കമന്റ്സ് വരാറുണ്ട്, ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ, അതേ യൂത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണോ, അങ്ങനെ ഡബിൾ മീനിങ് കോമഡി ഉണ്ടാവോ? ഇതിൽ അങ്ങനെ യാതൊരുവിധ ഡബിൾ മീനിങ് കോമഡിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇത് ഫാമിലി യൂത്തിനും എല്ലാവർക്കും തിയേറ്ററിൽ ഒരേപോലെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ കണ്ട് എന്റെ ഫ്രണ്ട്സും എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ കൂടിയിട്ടാണ് ഞാൻ ക്യൂബിൽ നിന്ന് വന്നത്. അപ്പൊ നാളെ തിയേറ്ററിൽ നിന്നും ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. താങ്ക് യു. ഒമർക്ക, മലയാളികളുടെ ഒരു എവർഗ്രീൻ സ്റ്റാറാണ് റംഹാൻ സാറ്. അദ്ദേഹത്തെ കുറേ കാലത്തായി മലയാളികളെ മിസ് ചെയ്യുന്ന ഒരു നായക വേഷത്തിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതിൽ? അല്ല, ഞാൻ ആക്ച്വലി റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് പോവാൻ കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആഘോഷിച്ച് നടന്ന ഒരുപാട് പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് സിനിമകളും റഹ്മാൻ സാറിന്റെ. അപ്പോൾ ഈ റഹ്മാൻ സാറിനെ വെച്ചിട്ട് ഞാൻ ഇതിന്റെ വിഷ്വൽ ആലോചിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് കളറാവും എന്നുള്ളത്. അതായിരുന്നു എന്റെ കോൺഫിഡൻസും. അതുകൊണ്ട് തന്നെയാണ് റഹ്മാൻ സാറിലേക്ക് പോയത്. പ്രസന്റിംഗ് എവർഗ്രീൻ സ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ അതൊരു വെയിറ്റ്, ഒരു പ്രഷർ കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന മലയാള ചിത്രത്തിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നോ, ഞാൻ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുക, അങ്ങനെ തോട്ടപ്പോഴും പോയിട്ടുണ്ടായിരുന്നു? ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് ടോട്ടലി ഒരു ചാലഞ്ചിങ് ആണ്. ആസ് എൻ ആക്ടർ നമ്മൾ ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് എളുപ്പ പണിയല്ല. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ആ സ്ട്രെയിൻ തോന്നൂലായിരിക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സ്ട്രെയിൻ തന്നെയാണ്. കാരണം ഇതുവരെ നമ്മളൊരു പാറ്റേൺ ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അതും ഓവർ ആവാൻ പാടില്ല. നമ്മളിതൊരു ഹ്യൂമർ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്കറിയാം. കാരണം അത് ഞാൻ ചെയ്യുമ്പോഴേ ഞാൻ അറിയുന്നത്. കാരണം ഹ്യൂമർ ഒരുപാട് ടൈമിങ്ങും നമ്മളതിൻ്റെ സ്പോണ്ടാനിറ്റി ഇതൊക്കെ വേണം. പറ്റി ടോമൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല. എൻ്റെ ഇതല്ല, എൻ്റെ റൂട്ടല്ല. അല്ല, അവരൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഞാൻ ഫേഷ്യൽ മാത്രമല്ല, ബോഡി ലാംഗ്വേജ് വരെ, അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ വാക്കിംഗ് ഒക്കെ ഉള്ളിൽ ഞാൻ മാറ്റിയെടുക്കേണ്ടി വന്നു. ഇതുവരെ നമ്മൾ മസിൽ പിടിച്ചിട്ടൊക്കെയുള്ള ഒരു അഭിനയമായിരുന്നു. അപ്പം കുറച്ച് അഴിഞ്ഞാടിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുക, കുറച്ച് ടൈം എടുത്തു എനിക്ക് ചെയ്യാൻ. പക്ഷെ ഓഫ്കോഴ്സ് ഇദ്ദേഹത്തെ പോലെ ഒരു ഡയറക്ടർ ഉണ്ടാകുമ്പോൾ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് സെറ്റിൽ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം, സ്പേസ് കൊടുത്തു.
എന്ത് സജഷനും പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പുള്ളി അത് ഭയങ്കര രസിച്ചിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തന്നെ ആദ്യം ഓക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ മാറ്റി പഴയതുപോലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മൾ സജഷനൊക്കെ നോക്കി അവിടെ ഒരു കുഴിയുണ്ട്. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര്, അത് ബിബിന്റെയും വിശാലടിയിലാണ് ഏറ്റവും അധികം അവിടെ എളുപ്പമുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ നമ്മൾ വൈകിയായിരിക്കാം. ടീസറിലാണെങ്കിലും ട്രെയിലറിലാണെങ്കിലും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്തേക്കുന്ന റഹ്മാൻ സാറിനെ പറ്റിയാണ്. എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. ഈ പടം ഹിറ്റ് ആണെങ്കിൽ ഇനിയും മലയാള സിനിമയിൽ റഹ്മാൻ സാറിന് നല്ലൊരു സ്പേസ് ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ. അപ്പം അത്തരത്തിലുള്ള കമന്റുകളൊക്കെ കണ്ടിരുന്നു. ഇത് ഞാൻ ഒരു മറുപടി പറയട്ടെ. ഇത്രയും കാലം ഈ ഹെയർ സ്റ്റൈലിൽ ഇപ്പൊ എടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലിലുണ്ട്. പക്ഷെ ഈ പടത്തിൽ പൂജ നടന്നെന്ന് ഞങ്ങളൊക്കെ നേരത്തെ വന്നു. അപ്പൊ ക്യാരണിലെന്ന് ചെന്നൈ ഒരു ഷോർട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വൈറ്റ് കളർ ഷർട്ട് വന്നപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എവിടെയോ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ അല്ലേ? ഇത് എനിക്ക് മാത്രമല്ല, ഇതൊക്കെ കൈയടിക്കാം. സംടൈംസ് ഒരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രത്തിൽ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു മാജിക് സംഭവിക്കും സ്ക്രീനിൽ. അന്ന് എനിക്ക് പടം പൂജയിൽ അത് തോന്നിയത്. മമ്മൂട്ടി സാർ മാറി இருக்காருப்பா. இப்போ ட்ரெய்லர் காணும்போது அந்த ஒரு ஸ்க்ரீனில் அந்த ஆக்ஷன் சீக்வன்ஸ் பாட்டில் எடுத்து அடிக்கும் கொடுத்து എൻ്റെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരല്ലേ ഇല്ല റഹ്മാൻ കാണുമ്പോൾ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ, ഏതോ റിസംബ്ലൻസ് ഉണ്ടല്ലോ. അത് ഹെയർ സ്റ്റൈൽ മാറ്റിയതാണോ ഇല്ല ബോഡി ലാംഗ്വേജ് ആണോ എന്താണല്ലേ, വേറെ എന്തെങ്കിലും മമ്മൂക്ക ചെയ്ത ഒരു കഥാപാത്രമാണോ, ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അങ്ങ് ഒരു മാജിക് ഫോളോ ആവുന്നുണ്ട്. അത് പടത്തിൽ വർക്കൗട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. ഇല്ല എല്ലാവരും പറയുന്നത് ഇത് എൻ്റെ ഒരു തനിപ്പെട്ട ഒരു അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതൊന്നും ഞാൻ കണ്ടില്ല. മമ്മൂക്കയുടെ ഫോട്ടോസോ ഇല്ല വേറെ ആരും അഭിനയിക്കുന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കാണാണ്ടിരുന്നത് തന്നെ ഈവൻ സിനിമകൾ പോലും ഞാൻ കണ്ടില്ല. കാരണം ഇൻസ്പയർ ആവാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങും, അവരെ പോലെ നടക്കാൻ തുടങ്ങും. സോ കുറച്ച് നാളത്തേക്ക് ഞാൻ അതൊന്നും ചെയ്യാണ്ട് തന്നെ. പക്ഷേ ഈ പടത്തിന് ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർ ആൻഡപ്പൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ആൻഡപ്പൻ്റെ ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേരക്കുട്ടി മൈ ഗ്രാൻഡ് സൺ അവൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവനൊരു ബാബർ സലൂൺ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല. അപ്പം ബാബർ ഒരുപാട് കഷ്ടപ്പെട്ടു അവന് മുടി മുറിക്കാൻ. അപ്പോൾ ശരിയായില്ല, അവിടെ എവിടെയൊക്കെ ബിറ്റായിട്ട് പോകും. പക്ഷെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിനകത്ത് ആ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ അതേ ബാബർ കൊണ്ട് എൻ്റെ മുടി കട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ കട്ട് ചെയ്ത് താടി വളർത്തി ശകലം വെയിറ്റൊക്കെ കൊടുത്ത് ലൂസ് ബോഡിയൊക്കെ ആക്കിയിട്ട്. കാരണം ഇത് പറയുന്ന പോലെ ഒരു ദാദാ ഫീൽ കൊടുക്കണം എന്ന ഇവനൊരു ദാദയാണ്. ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ആണെങ്കിൽ ഒമർ ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ട് സാറ് ഇവിടെ വന്നപ്പോഴാണ് അടിപൊളി. എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു 4-ാം ദിവസം ഞാനും ടിനി ടോം ഇരിക്കും. ഇവൻ ടിനി ടോം എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും സെറ്റിലൊന്നും പറയുന്നത് കേട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞാനൊരു കറുത്ത ജുബയും കൊണ്ടിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ വൈറലായി. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ടെർബോ ലുക്ക്, മറ്റേ ടെർബോ ജോസ് ആയിട്ട് ചേട്ടൻ അനിയനായിട്ട് വരുന്നു, ആ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പലരും കമന്റ് റിവ്യൂസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇച്ചക്കയുടെ ഫോട്ടോ കാണുന്നത്. അതാണ് അതിന്റെ സത്യം. അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ കോപ്പി അടിച്ചത്. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സ്റ്റൈൽ ചെയ്യില്ല, ഞാൻ മാറ്റി പിടിച്ചേക്കാം വേറെ എന്തെങ്കിലും. ഞങ്ങൾക്ക് എല്ലാവർക്കും മലയാള സിനിമയില് റഹ്മാൻ എന്നൊരു ആക്ടർ എന്താ അയാള് ചെയ്തു വെച്ച സിനിമകള് ഞങ്ങൾ പല ആവർത്തി കാണാൻ തരുന്നത്. ഇത് ആ സ്റ്റൈലും ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു നൊസ്റ്റ ഓർമ്മയായിട്ട് നിൽക്കണം. പക്ഷെ നേരെ തിരിച്ച് റഹ്മാൻ എന്ന് പറഞ്ഞ ആക്ടർ ചിന്തിക്കാൻ തരുന്നത് ഏതൊരു ആക്ടറും മനസ്സിൽ തോന്നൊരു ചിന്തയുണ്ടല്ലോ, ഞാൻ ചെയ്തു വെച്ചൊരു സ്പേസ് മലയാള സിനിമയിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഗതി. അതിലേക്ക് തിരിച്ചു ചെല്ലണം. ഞാൻ ലീഡായിട്ടുള്ള ചിത്രങ്ങൾ, മലയാള സിനിമയിൽ എന്റെ സ്ഥാനം എന്നൊരു ഓർമ്മ എപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിനൊരു തുടക്കം കുറിക്കലാണ് ഇത്. ഇപ്പൊ നമുക്കറിയാം റീസെന്റ് മലയാള സിനിമയിൽ ജഗദീഷ് ചേട്ടൻ അടക്കമുള്ള പല ആക്ടേഴ്സും അവരുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കണം. മമ്മൂക്ക അടക്കമുള്ളവര്
സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ മലയാള സിനിമ മാറി എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകർ അബ്ദുലിനോടൊപ്പം സഞ്ചരിച്ചു. 41 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. ഞാൻ ആർക്കും കോമ്പറ്റീഷനായിട്ട് പോകുന്നില്ല. ഞാൻ എപ്പോഴും സിനിമകൾ ചെയ്യണം, നല്ല നല്ല സാധനങ്ങൾ സൃഷ്ടിക്കണം, ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഈ പൊസിഷനോ സ്ഥാനമോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ എനിക്കൊരു സ്പേസ് നഷ്ടപ്പെട്ടു പോയി ഇവിടുന്ന് അതൊന്നുമില്ല. ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പല വേറെ ഇതൊക്കെ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മേടിക്കും അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമാകാൻ പോകുന്നില്ല, ആവുമില്ല. ഞാൻ കോമ്പറ്റീഷനില്ല. ഞാൻ എന്റെ പണി, എന്റെ സിനിമ അങ്ങനെ ചെയ്തു. നല്ല സിനിമകൾ ചെയ്യുക എന്ന് മാത്രമാണ് എന്റെ ആവശ്യം. പക്ഷെ മലയാളികൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. കാര്യം റീസെന്റ് ബ്ലാക്ക് പോലും അത് ഭയങ്കര കൾട്ടായിട്ട് കാണുന്ന പോലെ ക്യാരക്ടേഴ്സും സംഭവിച്ചിട്ടുള്ള നിങ്ങൾ പറഞ്ഞ ഗ്യാപ്പാണോ മലയാള സിനിമയിൽ വരുന്ന ഗ്യാപ്പിലാണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് ഡേറ്റ്സ് അങ്ങനെ പോകുന്നതാണ്. ഒരു വർഷത്തിൽ അതിനെ കുറച്ച് ബിസിയാണ്. ഇടയ്ക്ക് ഞാൻ വന്നൊരു മലയാള സിനിമ ചെയ്യും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പം ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിങ്ങളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യും. ഒമർക്ക, ഇപ്പോൾ ഒമർക്ക് തന്നെ മലയാള ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജാണ് ഡബിൾ മീനിങ് എല്ലാ പടത്തിലും വരുന്നു എന്നുള്ളത്. അത് മാറ്റാൻ വേണ്ടി മാത്രമാണോ ഇപ്പോൾ ഈ ഫിലിം? മാറ്റാൻ വേണ്ടി മാത്രമല്ല, എന്നെ സംബന്ധിച്ചിട്ട് എല്ലാ തരം സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ വലിയ വലിയ സ്കെയിലുള്ള സിനിമകൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. ഓണമാണ്, ഇന്ന് തന്നെ 2 പടങ്ങൾ ഇറങ്ങി. ഇറങ്ങി നല്ല രീതിയിൽ റെസ്പോൺസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ കൊണ്ടലുണ്ട്. അതിന്റെ കൂടെയാണ് ബാഡ് ബോയ്സ് പറഞ്ഞത്. അപ്പം ഒമർ എന്ന് പറയുമ്പോൾ അറിയാം, സെലിബ്രേഷൻ ഇതൊരു മോഡാണുള്ളത്. പോസ്റ്ററുകൾ നോക്കിയാൽ ട്രെയിലർ ടീസറെല്ലാം അങ്ങനെ വരുമ്പോൾ ശരിക്കും കളക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? പേടിയുണ്ടോ? ഇല്ല, എന്റെ ആദ്യ ചിത്രം ഇറങ്ങിയ ഹാപ്പി വെഡിങ്, അതിന്റെ കൂടെ ഇറങ്ങിയ പടങ്ങള് കമ്മട്ടിപ്പാടം, ആടുപുലിയാട്ടം, യോദ്ധാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ കൂടെ ആദ്യ സിനിമ ഇറക്കിയ വ്യക്തിയാണ്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഹാപ്പി വെഡിങ് ഹിറ്റായിട്ട് 100 ദിവസം കയറി. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അതിന് നല്ല രീതിയിൽ ഞങ്ങൾ പബ്ലിസിറ്റി പരിപാടിയൊക്കെ കൊടുക്കണം എന്ന് മാത്രം. മാർക്കറ്റിംഗ് ഒന്ന് അടിപൊളിയാക്കിയാൽ മതി. ഷീലു മാം, ഈ നല്ല പടങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ റൈറ്റർ സാരൻ അവിടെ പാത്തുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ല, ഇത് ഇവന്റെ ഐഡിയ. ഞാൻ മനഃപൂർവ്വം ഞാൻ അവിടുന്ന് വിളിച്ചപ്പോ ഒന്നിച്ചു വന്നതാ. ശീലം അങ്ങനെ ആ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരം ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രചോദനം എന്താണ് ഷിലുമായ വിഷമം എന്താണ്? ഇല്ല, അത് സത്യത്തിൽ അതിന് ദയവേത് മീഡിയസ് വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എൻ്റെ ഒരു എളിമയോടെയുള്ളൊരു അഭ്യർത്ഥന. അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ്. കാരണം ഈ സിനിമയിലും ഒരു 10-40 ആർട്ടിസ്റ്റുകളോളം വന്നിട്ടുണ്ട്. അപ്പം അവർ 3 സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ഐക്യദാർഢ്യം, അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു. അതിലൊരു തെറ്റുമില്ല, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും. ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെപ്പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാനത് അറിയിച്ചു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനിയൊരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല. അത് അവിടെ തീർന്നു. അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന. അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് ആരും ചിന്തിക്കേണ്ട. പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാൻ നേരത്ത് മലയാള പ്രേക്ഷകർ ഇങ്ങനെ നെട്ടു. ആ സന്ദർഭത്തിലാണല്ലോ അത്തരത്തിലൊരു എന്ത് പരാമർശം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി അത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിന് ഇറങ്ങുന്ന 6 സിനിമയുണ്ട്. ഈ 6 സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ്.
വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ യൂത്തായിട്ട് ഇപ്പോൾ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത്. അപ്പൊ ഇവർ മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾക്ക് പേര് പറഞ്ഞ സന്തോഷം, മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുകയായിരുന്നെങ്കിൽ അത് ഓക്കെ, അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഇത് കണ്ടിട്ട് എന്നെ 1-2 പിള്ളേർ വിളിച്ചിട്ട് നിങ്ങളുടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ പറയാ, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പോൾ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കൊളാബ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം, ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു 3 പേര് ഒരു ഒറ്റയ്ക്ക് 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങളും കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തിക്കുന്നത് പറഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞൊരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം, ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഞങ്ങളുടെ വേദന പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ആസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് പറഞ്ഞത്. അതായത് ഈ വലിയ ചിത്രങ്ങൾ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ മുടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഇവർ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും. അതിന്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞ മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു. അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും കിട്ടൊരു നല്ല കാര്യമാണല്ലോ അത്. അല്ല എനിക്ക് പേടിയില്ല. പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ, നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു മാസീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ മാസീവ് തിയേറ്റർ ഒക്കെ കിട്ടുന്ന ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഇപ്പൊ അടങ്ങിയത്. അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റർ ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊമോഷണൽ ടൂളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ കമന്റ്സിലൊക്കെ കാണുന്നുണ്ട്. അല്ല, കമന്റ്സിൽ ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാൽ പറയാം അതും മാർക്കറ്റിംഗ് ആണെന്ന് പറയും. അതാണ് ആളുകള്. നാളെ അവന്റെ പടം റിലീസാണ്, അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റണ്ടാന്ന് പറയുന്നത്. അതാണ് ജനം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവര് ഇപ്പൊ ടോവിനോ, ആസിഫ് അലി, പെപ്പെ, ഇവര് 3 എന്റെ സിനിമയുടെ ഒന്ന് പേര് പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? അല്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, ഞാനോ തന്നെ പറഞ്ഞ ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കരമാണ്. ഇവര് 3 പേര് കൂടിയിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവര് അത്യാവശ്യം സ്റ്റാർസ് ആണ് 3 പേരും. ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നു, എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത് അതോ എങ്ങനെയാണ്? അല്ല, അവരാ വീഡിയോ അത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളും അതേപോലെ അവര് പബ്ലിക് ആയിട്ടാണ് സാധനം പറഞ്ഞത്. അപ്പൊ ഞാൻ അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം നമ്മൾ കൂടുതൽ പവർഫുൾ ആവുമ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇമ്പാക്ട് കൂടുതലായിരിക്കും. നേരിട്ട് അറിയുന്ന ഒരാളെന്നല്ല സ്വയം എല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണല്ലോ. ഞാൻ പറയട്ടെ, ഞങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെയല്ല, റഹ്മാൻ സാറിന്റെ ഇൻഡസ്ട്രിയില് ഇവർക്കൊക്കെ മുന്നത്തെ യൂത്തനായിരുന്നു റഹ്മാൻ സാറ് ഇല്ലേ? ഇപ്പൊ മമ്മൂക്കാടെയും ലാലേന്റെയും ഒരു പടമാണ് ഇറങ്ങണെന്ന് വിചാരിക്കും, ഇവരിത് ചെയ്യോ? ഇപ്പൊ ബസൂക്കയും ബറോസും ഉണ്ടോ ഓണത്തിന്? അങ്ങനെയാണെങ്കിൽ അവരതിനും കൂടിയിട്ട് വിഷയമില്ലേ? എന്തായാലും മിണ്ടാത്ത ഇല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്തോ ആയിക്കോട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം അവിടെ കഴിഞ്ഞു. അതിനെ പറ്റിയിട്ട് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവർ പറഞ്ഞു കേൾക്കണം ഞാൻ ആഗ്രഹിച്ചു പോയി. അത് ചിലപ്പോ എന്റെ തെറ്റാവും, എന്റെ സ്വാർത്ഥതയാവും, എന്ത് വേണമെങ്കിലും ആവാം. അത്
മനുഷ്യനല്ലേ, എനിക്കും ഉണ്ടാവാൻ സ്വാർത്ഥമായ താല്പര്യം, അങ്ങനെ കരുതിക്കോ. അല്ല പിന്നീട് അവരൊക്കെ വിളിക്കുവോ, കോണ്ടാക്ട് എന്തെങ്കിലും കാര്യങ്ങൾ? കാരണം ഇത്തരം ചർച്ച നടക്കുന്നതുകൊണ്ട് ചോദിക്കണം. ഇല്ല, ഇവരാരും എന്നെ വിളിച്ചിട്ടില്ല. ആസിഫ് അലി ബാഡ് ബോയ്സ് കാണാം. അപ്പൊ നമുക്ക് അത് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷമായി. വെടിക്കെട്ടിന്റെ ക്ഷീണം തീർന്നല്ലോ. യൂണിക്നെസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നല്ല ചേട്ടൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളായാലും എപ്പോഴും ഒരു യൂണിക്നെസ് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഇമോഷണൽ വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ പെർഫോമൻസ് വൈസ് ആയിരിക്കും. ഈ ഒരു വൈബ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് കൂടി, ഒരു അടിപൊളി ബാക്ക് ബെഞ്ച് ഗ്യാങ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ. ശരിക്കും ആ ട്രെയിലർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇതിനു വേണ്ടി എത്ര പ്രിപ്പയർ ചെയ്യുന്നത് ഈ കഥാപാത്രമാണ് ഇവരോട് ഗ്യാങ്ങിൽ ഒന്ന് സെറ്റായി വരാൻ? അല്ല, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ബിബിൻ ഈ പടത്തിന് വേണ്ടി അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ അതായത് ഞാൻ അങ്ങനെ വിചാരിക്കും, ഇപ്പൊ നമ്മളിപ്പോ ബിബിന്റെ അടുത്ത് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഡാൻസ് ആണ്, ആക്ഷൻ ആണ്, എന്താണെങ്കിലും നമ്മൾ ബിബിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അവൻ നോ എന്ന് പറയില്ല, അവൻ എങ്ങനെയെങ്കിലും അത് ചെയ്യും. അതാണ് ബിബിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതും ഇപ്പോ ഇടയ്ക്ക് കുറെ നൈറ്റൊക്കെ പോയി വർക്ക് അവേഴ്സ് ഒക്കെ കൂടി ബിബിന്റെ കാലിന് നീര് വന്ന പറയാം, ആ എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം പോയി ഒഴിഞ്ഞ് അത്രയും ബിബിൻ ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തില്. ഡാൻസ് ആയാലും പാട്ടായാലും ഇടിയായാലും എല്ലാത്തിലും കൂടെ ഒന്നിനൊരു വിഷമം പറഞ്ഞിട്ടില്ല. എല്ലാതും ഗസ്റ്റാണ് ബിബിൻ. കോമഡി റൈറ്റർ കൂടിയാണല്ലോ. കോമിക് റൈറ്റിംഗ് തമാശകളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് ഈ സിനിമയില്? ഇത് നോർമലി നമുക്ക് രണ്ട് രീതിയിൽ ചിലപ്പോൾ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ തമാശ ഉണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ ചില തമാശകൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ ചിരിക്കുകയും ചെയ്യും, ഇല്ലേ? അങ്ങനെ ചിരിച്ച ഒരു സ്ക്രിപ്റ്റാണ് ബാഡ് ബോയ്സിന്റെ. അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തതും. എന്താണ് ഇത്രയും തമാശ പടത്തിലില്ല കേട്ടോ, ഇപ്പൊ കണ്ടത്രയും. അപ്പോ അതുകൊണ്ട് തന്നെയാണ് പടം കമ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്, നല്ല പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. എന്തായാലും എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളെ നല്ല രീതിയിൽ ഇത് എന്റർടൈൻ ചെയ്യും. അതിൽ ഒരു സംശയമില്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കും എങ്ങനെയെങ്കിലും തമിഴിൽ പോണം. അമൃക്ക, ഇതിലിപ്പോ 50ഓളം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ ടിനിച്ചേട്ടനെ പോലെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മാനേജ് ചെയ്ത് ഈ ഇത്രയും ആർട്ടിസ്റ്റിനൊക്കെ ഒരുമിച്ച്? അല്ല, ടിനിച്ചേട്ടനായിരുന്നു ഒരു തിരക്കില്ല. ഞങ്ങളുടെ ലൊക്കേഷനിൽ എന്നുള്ള ആളായിരുന്നു ടിനിച്ചേട്ടൻ. നമ്മുടെ കൂടെ വേറൊരു സംഭവം പറഞ്ഞതാണ്. അതായത് ഞാൻ ഈ ടിനിച്ചേട്ടനും പിന്നെ പിഷാരടിയും ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മമ്മൂക്ക് എന്തെങ്കിലും അവരെ കൊണ്ടുനടക്കണമെന്ന്. അതായത് ടൈം പോണത് അറിയില്ല. ഇവർ രണ്ടുപേരും ലൊക്കേഷനിലുണ്ട്, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ധ്യാൻ ചേട്ടനും ഉണ്ടല്ലോ ഇതിൽ ക്യാമിയോ റോളാണോ എന്താണ്? ധ്യാൻ ചേട്ടൻ ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ധ്യാനം. ഒരു ഓരോ സീനിൽ വരുന്നവർക്കും ഇമ്പാക്ട് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അതൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ട്രെയിലറിൽ ഒരു പോലീസ് യൂണിഫോമിലാണ് വരുന്നത്, പക്ഷെ താടിയുണ്ട്. എന്താണ് അതിന്റെ? അത് ഞാൻ ഭയങ്കര രക്ഷി ഷെട്ടി ഫാനാണ്. അപ്പൊ ആ ഒരു റെഫറൻസ് വെച്ചിട്ട് ചെയ്തത്. ഓക്കെ. അല്ല, പലരും കമന്റ് ചെയ്തിരുന്നത് എന്താണ് ശബരിമല പോണ. അത് ഇവിടുത്തെ താൻ അന്വേഷിച്ചാൽ മതി. ഇവിടെ പോലീസുകാർക്ക് താടി വെക്കാം. പോലീസുകാർക്ക് താടി വെക്കാട്ടോ. അതൊക്കെ പണ്ടായിരുന്നു താടി ഇല്ലാത്ത പോലീസ് ഷേവ് ചെയ്യണം. നോർമലി അങ്ങനെ കണ്ടിട്ടില്ല. അത് നമ്മള് നോർമൽ രീതികൾ പൊളിച്ചടക്കാന്നുള്ളതല്ല. ഈ വേറെ ഉണ്ട്, ബ്ലേഡ് അലർജിയുടെ റിപ്പോർട്ട് കൊടുക്കുന്നവർക്കും താടി വെക്കാം. ബ്ലേഡ് അലർജി. അപ്പൊ ധ്യാന്റെ ക്യാരക്ടറിൽ ബ്ലേഡ് അലർജി ഉള്ള ഒരാളാണ്. ഷേവ് ചെയ്യാൻ പറ്റില്ല. ധ്യാൻ ചേട്ടന്റെ ഡേറ്റ് ഇഷ്യൂ കാരണമാണ് താടി ഷേവ് ചെയ്യാത്തത്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഞാൻ ധ്യാന്റെ അടുത്ത് ഫസ്റ്റ് ഈ ക്യാരക്ടർ പോയിട്ട് പറഞ്ഞപ്പോ ധ്യാൻ ഫസ്റ്റ് അയ്യോ താടി, ഞാൻ താടി വേണം, അത് അടിപൊളിയാണ്. കാരണം ഇതിൽ എനിക്ക് രക്ഷി ഷെട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ രക്ഷി ഷെട്ടിയുടെ ഒക്കെ പടം കണ്ടിട്ടില്ലേ, അവരൊക്കെ താടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് വെച്ചപ്പോ പറഞ്ഞു അലർജീസ് അങ്ങനെ സ്കിൻ ഡിസീസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താടി വെക്കാം, ഒരു പ്രശ്നമില്ല. കേരളത്തിൽ ഇങ്ങനെ താടി വെച്ച പോലീസും വരട്ടെ. ബാലചേട്ടനെ കാണുമ്പോ ശരിക്കും അഭിനയിച്ചല്ല ജീവിച്ചത് പോലെ ഉണ്ട് ശരിക്കും കാണാൻ.
ട്രെയിലറിൽ കാണുമ്പളേ ആ ഗെറ്റപ്പ് ആ കോട്ടൊക്കെ അല്ലേ ഫസ്റ്റ് അമ്മ വിളിച്ചപ്പോ എന്നാ ഒരു പടം വന്ന് മിക്ക ഹീറോയായിട്ട് ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വിളിച്ചില്ല. ഒരു 3 മാസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഒരു പടം ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതെ, അപ്പൊ ഒരു ദിവസം വിളിക്കുക, മുമ്പേ ദിവസം നാളെ പടത്തിന്റെ പൂജ വന്നേക്കാം. ഈ കഥയെ പറഞ്ഞിട്ടില്ല, ഡേറ്റ് ചോദിച്ചിട്ട് പൂജയ്ക്ക് വിളിച്ച്. അപ്പൊ ഞാൻ പൂജയ്ക്ക് പോയപ്പോ അറിയാണ്ട് ഞാൻ കോട്ട് ഇട്ടിട്ട് പോയി. അത് ഭയങ്കര ന്യൂസായി. അന്ന് എനിക്കറിയില്ല, ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ തന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് തണുപ്പായിരുന്നു. അപ്പൊ കോട്ട് ഇട്ടു. അവിടെ ചെന്നപ്പോ ഭയങ്കര ചൂടായിരുന്നു. എല്ലാവരും എന്നെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഡയറക്ടർ ഒമർ മാത്രം വേറെ വിഷയമല്ല, ആ ഇതാണ് കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നല്ല ചൂടുള്ള സമയത്ത് പൂജയ്ക്ക് പുള്ളി കോട്ട് എനിക്ക് കോട്ട ഊരണം. അപ്പൊ ഞാൻ ഊരാനെടുത്തൊക്കെ ഒമറെ നോക്കുമ്പോ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. ശരി, റൈറ്റ്. അപ്പം പടത്ത് ഷൂട്ടിംഗ് വരുമ്പോ ഇപ്പൊ ക്യാരക്ടർ എന്താ ഉണ്ടല്ലോ വന്നേക്ക്. சரி, இந்த ட்ரெஸ் ஒன்றும் அளவு ஒன்றும் எடுத்தில்ல. அண்ணா அந்த கோட் இட்டு, அந்த கோட்டு വേറെ എന്താ ചെയിന്, മോതിരം, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ ഉണ്ടോ? ഇല്ല, എന്റെ കഥാപാത്രം നിങ്ങൾ തന്നെ. നിങ്ങളുടെ കഥാപാത്രം പുള്ളി വിചാരിച്ചത് ഇതിന്റെ ലോഞ്ച് 5 സ്റ്റാർ ഹോട്ടലിൽ സത്യം ഇൻഡോർ ആർഗ്യുമെന്റ്സ് വന്നത് ഭയങ്കര ബിൽഡപ്പാ വന്നിട്ട് ഞാൻ മാത്രം വിയർത്ത്. അത് പിന്നെ ലൊക്കേഷൻ എന്നപ്പോ കഥാപാത്രം പറഞ്ഞപ്പോ ഡയലോഗ്സിന് വന്നു. അന്നം പറയുന്നത് പോലെ പറഞ്ഞു ഡയലോഗ്. ഇതെന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ തമിഴ് മിക്സ് ചെയ്ത് മലയാളത്തിൽ അങ്ങനെ സംസാരിച്ചിരിക്കുന്നു ക്യാരക്ടർ. പക്ഷെ ഞാൻ ഡബിങ് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഭയങ്കര രസകരമായിട്ടുണ്ട്. ചെറിയ പോർഷൻ ആയാലും ഗസ്റ്റ് അപ്പിയറൻസ് ആയാലും ഒരു പടത്തിലെ ഫുട്ടേജ് അല്ല, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ആ പടത്തിലെ ഏത് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെതായിട്ട് ഒരു കഥാപാത്രത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം കൊടുത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ച ഒരു ക്യാരക്ടറാണ്. നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ അന്ന് അന്വേഷണം ഉണ്ടായിരുന്ന ആരെ സഹായ കാര്യങ്ങൾ അതിപ്പോഴും ഉണ്ടോ? ഈ ബാഡ് ബോസിന് ശേഷം അങ്ങനത്തെ കഥകൾ വരുമോ? ഇതിലോ പുതിയ കഥകളുണ്ടോ? ഇല്ലില്ല. അത് ഇനി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത പടത്തിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കഥകൾ പറയാൻ പാടില്ല എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ട്. അതുകൊണ്ട് പുതിയ കഥകളൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബെൽറ്റ് ആയിരിക്കും, അതാ ബെൽറ്റ് ആയിരിക്കും. ആ ഒരു ഡയലോഗ് കാരണം പുള്ളി അതിന് മുമ്പുള്ള ടിനിറ്റാണ്, ഫ്യൂ മൊമെന്റ്സ് ലേറ്ററിന് അതിന് ശേഷമുള്ള ടിനിറ്റ് നമ്മുടെ ലൈഫിൽ. പുള്ളി പുതിയ വീട് വെച്ച് വേറെ സ്റ്റേറ്റിലെ ചിന്ന വീടൊക്കെ വെച്ച് അതൊക്കെ ഒരു കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. അസ്താങ് കാറ് മേടിച്ച് കുറേ ഇമ്പ്രൂവ്മെന്റ് ആയി. എനിക്ക് ഒന്നും കിട്ടി. പുള്ളി പുതിയ തോക്ക് മേടിച്ചത്, അത് തന്നെയാണ് പുതിയ തോക്ക് മേടിച്ചിരുന്നു. ചില കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്താൻ നേരത്ത് ഒരു അഴിച്ചുവിടുന്ന ക്യാരക്ടറൈസേഷനിലൊക്കെ അഴിച്ചുവിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അത്തരത്തിലൊരു ഫീലിംഗ് ഈ ചിത്രത്തിന്റെ ക്യാരക്ടറൈസേഷനിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സ് മൊത്തം ഈ കഥയിലെ എല്ലാവരും അതെന്തെങ്കിലും ബോഡി ലാംഗ്വേജിലോ സംസാരത്തിലോ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു ഹ്യൂമർ സൃഷ്ടിക്കാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടറിന് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ആസ് എൻ ആക്ടർ. ഒരു അഴിഞ്ഞാട്ടുള്ള കളി പിന്നെ അങ്ങനെയൊക്കെയാണ് ഉണ്ട്. അതുകൊണ്ട് ഈ മുമ്പ് ചിത്രങ്ങളിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് പാക്ഡ് ആയിട്ടുള്ള ഫുൾ ഓൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ചിത്രമാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അടിച്ചുപൊളി പടം. ഈ ആവേശം ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഫഹദിന്റെ രാജമാണിക്യമാണ് ആവേശം. അങ്ങനെയാണെങ്കിൽ ഇത് റഹ്മാനിക്കയുടെ ഒരു ചോട്ട മുംബൈ അങ്ങനെ റഹ്മാൻ സാറിന്റെ ചോട്ട മുംബൈ, മറ്റേത് ഫഹദിന്റെ രാജമാണിക്കാണെങ്കിൽ ഇത് റഹ്മാൻ സാറിന്റെ ചോട്ട മുംബൈ. റഹ്മാൻ സാർ റീസെന്റ് ഇറങ്ങിയ പടങ്ങൾക്ക് കുറെ ക്രിറ്റിസിസം നേരിട്ടു.
ഇപ്പൊ ഫസ്റ്റ് ഇറങ്ങിയ പടം ഫസ്റ്റ് വീക്കിൽ തിയേറ്ററിൽ ആള് വരാൻ ചിലപ്പോൾ കരഞ്ഞിരുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെ അതെ, അപ്പൊ ഇതിന്റെ ഒരു ടീസർ തൊട്ട് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ഒരു വാശിപ്പുറത്ത് ചെയ്ത പടമാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അതായത് എനിക്ക് എല്ലാ തരം പ്രേക്ഷകർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു ചിത്രം എടുക്കുക എന്നുള്ള എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റഹ്മാൻ സാറ്, ബാബു അന്നിച്ചേട്ടൻ, പിന്നെ ശങ്കർ സാറ് എല്ലാവരും ഉണ്ട്. അപ്പൊ പഴയ ആ ഒരു എന്താ പറയാ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു വിന്റേജ് കോമ്പോനെ തിരിച്ച് ഇത് റീഫ്രഷ് ചെയ്തിട്ട് പുതിയൊരു മാക്സ് പ്രോ ആക്കിയിട്ട് കാണിച്ചതിൽ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും നമ്പർ ഓഫ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുമ്പോൾ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഇവരെ കൺവിൻസ് ചെയ്യുന്നത്? അല്ല, സാറിന് ഞങ്ങൾ വന്ന് പറഞ്ഞ്, അപ്പൊ ഷീലുവിന് ഫസ്റ്റ് കഥ ഇഷ്ടമായി, സാറിന് കഥ ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഇവരും അബ്രാം സാറും ഉണ്ടായിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റുകൾ കിട്ടാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പടത്തില് ഈ പടത്തില് വന്ന ആർട്ടിസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ട അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം, ബാലചേട്ടൻ പൈസ പോലും മേടിച്ചിട്ടില്ല. ബാലചേട്ടൻ ഫ്രീ ആയിട്ട് വന്നിട്ടാണ് എനിക്ക് അഭിനയിച്ചു തന്നത്. ഇല്ല, പ്രൊഡ്യൂസർ റെഡി, അവർ വരാനിരുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ ഉടനെ ഇത്രയും വർഷം കഴിഞ്ഞ് നല്ല ഓർമ്മയിലുണ്ട് എനിക്ക് അഭിനയിച്ചത്. ഇത്രയും വർഷം കഴിഞ്ഞ് അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, പ്രൊഡ്യൂസർക്ക് റെഡിയായിരുന്നു എനിക്ക് ശമ്പളം കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞു ഒരു നല്ല പടം, കമേഴ്ഷ്യൽ പടം, എനിക്ക് ശമ്പളം വേണ്ടാണ് ഞാൻ പറഞ്ഞു. പക്ഷെ പടം കിട്ടാവുമ്പോൾ ഡെഫിനറ്റ്ലി കിട്ടാവും. പാവപ്പെട്ടവർക്ക് നല്ലത് മാത്രം ചെയ്യാം, പടം വിജയിക്കും. ഫ്രണ്ട്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ റീസെന്റ് ഉള്ള വർക്ക്സിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ റഹ്മാൻ സാറൊക്കെ സത്യം പറഞ്ഞ ഈ മമ്മൂക്കാലാലട്ടെ ഈ ഒരു കാറ്റഗറിയിലേക്ക് പറയുന്നത് സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ എന്താണ് ഈ ഇദ്ദേഹത്തിനെയൊക്കെ ഈ ഗണത്തിൽ കൂട്ടുന്നതെന്ന് ചോദിക്കുന്നത്. സ്ക്രീൻ പ്രസൻസിന്റെ അത് ആ മോണിറ്ററി കാണാൻ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവില് ഇത് എത്രത്തോളം ആസ്വദിച്ചിരുന്നു? അല്ല, ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു വാവ് അടിച്ചിട്ടുണ്ട്. കാരണം സാറിന്റെ ഒരു ഓറിയൻ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി. അതായത് സാർ എന്തുകൊണ്ട് ഇത്ര നാള് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ ഇതിങ്ങനെ ഹിറ്റായി കഴിഞ്ഞാല് ഇതിന്റെ ഗുണം മറ്റുള്ള ഡയറക്ടേഴ്സിന് എല്ലാവർക്കും കൂടി. ഒന്നാമതേ ഇവിടെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സാറിനെ പോലെ ഒരാള് വീണ്ടും വന്ന് ഇതേപോലെ മാസീവ് ഇമ്പാക്ട് ഉള്ള മാസ് കോമഡിയും എല്ലാം കളർന്നിട്ടുള്ള ഒരു ഫിലിമുകൾ ചെയ്യുക, അതൊക്കെ ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനിയും ഒരുപാട് താരങ്ങൾ വരട്ടെ. ഞങ്ങൾക്ക് സംവിധായകർക്കൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കണ്ടറിഞ്ഞ് സിനിമ ചെയ്യാൻ പറ്റുന്ന അത്രയധികം താരങ്ങൾ ഉണ്ടാവട്ടെ. അല്ല, ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല വിപിനെ, ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വിടില്ല. റൊമാന്റിക് കഥാപാത്രങ്ങളിലുണ്ടായിരുന്നു, പിന്നീട് നായകനായിരുന്നു, പിന്നീട് വില്ലനായി വരുന്നു, പിന്നീട് ധ്രുവങ്ങൾ 16 പോലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അതായത് ഇത് കാണുമ്പോൾ ഞെട്ടണം, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സെറ്റ് ഓഫ് പീരീഡിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കണം. ഇത് കാണുമ്പോൾ ഞെട്ടണം അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. എനിക്ക് കഥ ഇഷ്ടപ്പെടണം, എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടണം, എനിക്കിഷ്ടപ്പെട്ടോ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. വലിയൊരു തോട്ട് പ്രോസസ് ഒന്നും പോയില്ല. പക്ഷെ എനിക്കതൊരു ഡിഫറെൻ്റ് ആയിരിക്കണം. ഈ കഥയിൽ എന്താണ്, എവിടെയാണ് ഇതിൻ്റെ സ്പാർക്ക്, പ്രേക്ഷകർ ഈ സിനിമ കാണുമ്പോൾ അവിടെ അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചെറിയൊരു ഇത് സങ്കല്പം ഞാൻ ശ്രമിക്കും. അത് ഓരോ ഡയറക്ടർ ആ കഥ പറയുന്ന മെടുക്ക അനുസരിച്ചിരിക്കും എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ഈവൻ ഈ ഒരു കഥ പറയുമ്പോൾ പോലും ഞാൻ ആക്ച്വലി നമ്മളൊരു 3-4 സിറ്റിംഗ് ഇരുന്നു ഞാനൊന്ന് ഓക്കെ പറയാം. പക്ഷെ എല്ലാ സമയത്തും ഒമർ എൻ്റെ അടുത്തൊന്നും ഇല്ല, നമുക്കത് നിങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞാനുണ്ട് കൂടെ, വാ വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ധൈര്യത്തിലാണ്. സാരംഗാണ് ആക്ച്വലി ഇത്തരം താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാം, എല്ലാവരും ഓരോരോ ഫീൽഡ് നല്ല രീതിയിൽ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കുള്ളിലേക്ക് പതിപ്പിച്ച ഓരോ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ വെച്ചിട്ട് ഇത്രയും അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്ക് അതിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. അത്രത്തോളം ടഫാണ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഓരോ കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട്. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും ഇപ്പോ ഒരു സീനിൽ വന്നു പോകുന്ന ക്യാരക്ടർ ആണെങ്കിൽ കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻസും കൃത്യമായ സ്പേസും
കൊടുക്കാൻ ഭയങ്കര ശ്രദ്ധിച്ച് തന്നെയാണ്, അത് എഴുത്തിലെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോഴാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ ജസ്റ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും പിന്നീട് കാസ്റ്റിങ്ങിലോട്ട് വന്നപ്പോൾ ഒരു വലിയ പ്രൊഡക്ഷൻ വന്നുകൊണ്ടാണ് അങ്ങനെ ഇത്രയും വലിയ ഒരു 75 ആർട്ടിസ്റ്റുകളുള്ള ഒരു കാസ്റ്റിങ്ങിലോട്ട് പോയത്. പിന്നെ പറയാനുള്ളത്, നാളെ പടം റിലീസാണ്, നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ പടം എല്ലാവരും ഹിറ്റാക്കി തരണം. റഹ്മാൻ സാറ് കൈ കിടക്കുന്ന വാച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പടം എല്ലാവരും ഹിറ്റാക്കി ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് തരണം. താങ്ക് യു സാർ, താങ്ക് യു. ബാലയുടെ വാച്ച് നോക്കണം, ഇതാണ് ഗിഫ്റ്റ്. റഹ്മാൻ സാർ വാച്ച് ഇട്ടിട്ടില്ല. ഈ ആക്ഷൻ ഹീറോ ബാബു ആന്റണി സാറും എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ സാറും ഒന്നിക്കുന്ന ഒരു റൊമാൻറ്റിഫിക്കേഷൻ സീനൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റും. ഒരു തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള കുറെ മൊമെന്റ്സ് ഉണ്ട് പടത്തില്. തിയേറ്റർ പൂരപ്പറമ്പാക്കാനുള്ള എന്തെങ്കിലും പൂരത്തിനുള്ള ജനം വന്നാൽ തീർച്ചയായിട്ടും അത് പൂരപ്പറമ്പാവും. ഇവര് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനെ റീവിസിറ്റിംഗ് കൂടെ ചെയ്യുന്നുണ്ടോ അതോ പുതിയതായിട്ടുള്ള ഒരു ഫ്രഷ്? ഇല്ല, ബാബുണ്ണിച്ചേട്ടന്റെ ക്യാരക്ടർ പിന്നെയും പുള്ളി പണ്ട് ചെയ്തു വെച്ച മറ്റേ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ റഹ്മാൻ സാറ് ഇതില് വന്നിട്ടുള്ള, അതായത് പണ്ട് റഹ്മാൻ സാറ് റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അപ്പൊ ഇത് എല്ലാത്തിനും കൂടി ഒരു കൊളാഷാണ്. എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ ശ്രമിക്കുന്ന ഒരാളാണ്. കലാലയത്തിലായാലും ശരി, ഇപ്പൊ ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കും. എനിക്ക് പുറകിൽ കുറച്ച് പുതുമുഖങ്ങളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സിനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ എന്റെ ഫസ്റ്റ് മൂവിയാണ്, അടിപൊളിയായിരുന്നു. ഹായ്, എന്റെ പേര് ആര്യ മേനോൻ. എന്റെ പേര് അമൃത. നമസ്കാരം, എൻ്റെ പേര് അർജുനാണ്. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. ഞാൻ റഹ്മാൻ സാറിനെ കണ്ടത് ആദ്യം 2015 മഴവിൽ മനോരമ ഡീഫോ ഡാൻസിലാണ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അന്നാണ് സാറിനോട് സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് 2024 ഈ വർഷത്തിൽ സാറിൻ്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടറായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്ന സത്യം ഒരു ബ്ലെസ് മൂമെൻ്റ് ആണ്. സോ താങ്ക് യു ടു ഓൾ സാർ ആൻഡ് ദ ബാഡ് ബോയ്സ് ടീം ചാൻസ് ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടി. താങ്ക് യു സാർ, താങ്ക് യു. ഈ ഇപ്പം നമ്മള് താരങ്ങളെ കാണാൻ നേരത്തെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്യാൻ നേരത്തെ അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, ആ ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. കാര്യം ഒരുപാട് ചിത്രങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും, ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇവര് അഭിനയിക്കുന്ന കാണുന്നത്. ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടില്ല. നമ്മൾ ഒരുപാട് നാള് ഇവരൊക്കെ ഈ താരങ്ങളുമായിട്ട് അഭിനയിക്കാൻ നേരത്തെ ഇവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കണ്ട് ഒരു വാവ് മൂവ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ നമ്മള് ഇവര് പെർഫോം ചെയ്യുന്ന ലൈവായിട്ട് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവര് സെറ്റിലിരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങോട്ട് നോക്കുന്നു എന്നൊക്കെ ഒരു ഇതുണ്ടാവല്ലോ. നമ്മളിപ്പം ഈ പറഞ്ഞ റംസാനെ ആണെങ്കിലും മമ്മൂക്കാനെയൊക്കെ കാണാൻ നേരത്ത് നമ്മുടെ കണ്ണ് അവരിലേക്കായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റഹ്മാൻ സാർ, ഓഫ് കോഴ്സ് റഹ്മാൻ സാറിനെ നേരിട്ട് കണ്ടപ്പോ ഒരു വാവ് മൊമെന്റ് ഉണ്ടായിരുന്നു. റഹ്മാൻ സാറിനെ മാത്രമല്ല, ഷെലി മാമിനെയും ആൻസി ചേട്ടനെയും എല്ലാരെയും കണ്ടപ്പോ, വിജയേട്ടനെയും സെന്റിൽ ചേട്ടൻ അല്ല പറയുക, എല്ലാരെയും ടോം ചേട്ടനെ എല്ലാരെയും ബാലസാറിനെ എല്ലാരെയും കണ്ടപ്പോ വാവ് മൊമെന്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയാലും. പിന്നെ റഹ്മാൻ സാർ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടപ്പോ അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. അത് ഞാനല്ല, ഡയറക്ടർ സാറാണ്. അത് അതെ, സാറിനത് പണിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തു. ആൻസി ചേട്ടന്റെ പേരായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഞാൻ പബ്ലിക്കലി കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് അപ്രൂവ്ഡ് അല്ലേ? ഒന്ന് വയ്ക്കാം അല്ലേ?
അല്ലേ? ഒന്നും പറയുന്നില്ല. ചേട്ടാ ഇപ്പോ തിരിച്ചേട്ടാ ഇപ്പൊ മമ്മൂക്കിന്റെ കൂടെ ഒന്നും കാണാറില്ല, ഇപ്പൊ പിഷാരടിയാണ് കൂടുതൽ സമയം ഉണ്ടാവാറ്. എന്തൊക്കെ തിരക്കുകൊണ്ടാണോ അതോ? നേരത്തെ ചോദിച്ചത് ഇത്ര തിരക്കുള്ള ആളെ എങ്ങനെയാണ്? ഞാൻ തിരക്ക് സ്വന്തം ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പ്രയോറിറ്റി അതാണ് നമുക്ക് എപ്പോഴും തിരക്കുകൾ. അപ്പൊ എന്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു നോ എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഡബിങ്ങിന് വരെ വിളിക്കുമ്പോൾ എന്റെ എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിൽ വന്നത്. ഒരു 19 സിനിമകളോട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെയ്ത അന്ന് മുതൽ ഇതൊരു ഹിറ്റ് സിനിമയാണെന്ന് ഞാൻ ഇന്നും 100% വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ കൂടെ നിന്നത്. അപ്പൊ നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹിറ്റ് വൈബ് ഫസ്റ്റ് ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ആ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ തീർച്ചയായിട്ടും നാളെ ഈ പറഞ്ഞ ഉത്തരം നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ തിരക്കും മാറ്റിയിട്ട് ഒമറിന്റെ കൂടെ തന്നെ നിന്നതെന്നുള്ളത്. പിന്നെ മമ്മൂക്കയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാല് അല്ല എല്ലാം ചീഞ്ഞോണ്, എല്ലാ ഐറ്റംസും ഇത് മമ്മൂക്ക ഞാൻ തിരക്കാണെന്ന് അറിയുന്നതാണെന്നാണ് ഇഷ്ടം ഇന്ന സിനിമയിൽ. കാരണം അവിടെ തന്നെ നിൽക്കാനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു. ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിച്ചു. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. ഈ പറയുന്ന ഫോട്ടോസ് ഞാൻ ബഹുമാനിക്കാൻ കൂടിയിരിക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യാൻ അപ്പൊ തന്നെ തമ്പ് വരാറുണ്ട്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളെപ്പോഴും ഞാനിങ്ങനെ കൂടെ നിങ്ങളെ അറിയിച്ചിട്ട് കാര്യമില്ല. ഞാൻ പക്ഷെ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. ഏതൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സ് നേടാറുണ്ട്. ഇപ്പൊ നാളെ സിനിമ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ബ്ലെസ്സിങ് നേടും. അദ്ദേഹത്തിന്റെ ബിഗ് ബ്രദർ, എനിക്കൊരു സ്മോൾ ബ്രദർ കൊണ്ടുപോയി റഹ്മാൻ സാർ. അപ്പോ ഇത് തന്നെയാണ്. അപ്പൊ ഈ 75ഓളം ആർട്ടിസ്റ്റുകൾ എങ്ങനെ ഇതിൽ കോർഡിനേറ്റ് ചെയ്യും എന്നുള്ളത് അതൊരു കൺട്രോളറിന്റെ കഴിവ് തന്നെയാണ്. ഇക്ബാൽ പനായിക്കുള്ള ആണെങ്കിലും ഞാൻ പറയുന്നത് പനായിക്കുള്ളാണെങ്കിൽ നോക്കും. പക്ഷെ യഥാർത്ഥത്തില് ദൈവം തന്നെയായിരുന്നു കൺട്രോളർ. കാരണം നമുക്ക് ഒരുപാട് നമുക്ക് പറ്റാത്ത കാലാവസ്ഥകൾ, മഴ, ചൂടെല്ലാം ഒരു ബ്ലോക്കും ഇല്ലാതെ നമുക്ക് സിനിമ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ സാധിച്ചത് ദൈവത്തിന്റെ ബ്ലെസ്സിങ് തന്നെയാണ്. നാളെ തിയേറ്ററിൽ ഹിറ്റ് ആവുമ്പോഴും ആ ബ്ലെസ്സിങ് ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയം. സാറിന്റെ വാച്ചിന്റെ ബ്രാൻഡ് എന്ന് പറയാമോ? പേര് ഈ പടത്തേക്കും യാതൊരു ബന്ധമില്ലാതെ പറ്റൂ. അല്ല സാറേ, അതെ നാളെ എന്റെ ബർത്ത്ഡേ, അപ്പൊ എനിക്ക് ആ വാച്ച് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പറ്റുമോ? ആധാർ കാർഡ് ഇല്ല. ആ വാച്ചിന് ഞാൻ ഒരു കാര്യം പറയാം. നാളെ ഈ പടം ഇറങ്ങട്ടെ. എന്താ പറയുന്നു? എന്റെ വാച്ച് മോതിരം ഒന്നും ചോദിക്കരുത്, ഭാവിയിൽ വേറെ പ്രശ്നത്തിലേക്ക്. അതുമായിട്ട് സാധ്യത മീറ്റിംഗ് വെച്ച് എനിക്ക് വേണ്ടി മാത്രമേ സംസാരിച്ചു. എന്താ വെച്ചാൽ ഈ പടം ഒന്ന് ഇറങ്ങട്ടെ. ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല ഒരു മാർക്കറ്റ് വരും. നല്ല പടങ്ങൾ, കുറെ പടങ്ങൾ വരട്ടെ. എല്ലാവരും ഇതുപോലെ വാച്ച് ചെയ്തിട്ടെ. എനിക്ക് കുറെ ബർത്ത്ഡേ വരട്ടെ. കയ്യിലേന്ന് പിടിനി ആഘോഷം. നിന്റെ പേരെന്താ? വിഘ്നേഷ്. വിഘ്നേഷ്, നിന്റെ ചാനൽ ഏതാ? SC മീഡിയ. ശരി, വീട്ടിലേക്ക് വേണം തരാം കേട്ടോ. തരം പറഞ്ഞാൽ തന്നിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഈ വാച്ചല്ല, വേറെ വാച്ച്. ഞാൻ വരും. നീ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത്രയും ദിവസത്തിൽ ഈ പടം എടുത്താലും ഇത്രയും ആക്ടേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഇക്ക ഉൾപ്പെടെ ഒരു പുതിയ ഗെറ്റപ്പില് അത്രയും ഒരു ഹാർഡ് വർക്കിലാണ് ഈ പടം നാളെ ഇറങ്ങുന്നത്. മനസ്സുകൊണ്ട് നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. പടം ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഹിറ്റാക്കി തരുമോ പ്ലീസ്?
ഹിറ്റാക്കിയത്. ഇത് ആത്മാർത്ഥമാണ്. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ എന്തൊക്കെ കഷ്ടങ്ങൾ നടക്കുന്നതെന്ന് അറിയാം. ഓരോരുത്തരുള്ളിൽ നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാലും ചില വേദനയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്തുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കലാകാർക്ക് ഉണ്ട്. പക്ഷേ ഒരു പടം വിജയിക്കുമ്പോൾ അതിലൊരു ഭാഗമാകുമ്പോൾ എല്ലാ കഷ്ടങ്ങളും മാറി ഈ വ്യവസായം, സിനിമ എന്ന് പറയുന്ന വ്യവസായം ഭയങ്കരമായിട്ട് വളരും. ഇതുകൊണ്ട് നടന്മാർ മാത്രമല്ല, ഡയറക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല, ഇതിൽ 24 ക്രാഫ്റ്റ് ഉണ്ട്. പാവപ്പെട്ട കുടുംബങ്ങൾ എത്രയോ പേരുണ്ട്. ഇനി ഒരു പടം വിജയിച്ചാൽ ഇനി ഒരു 10 പടം വരും. ഇതേ അബാം പ്രൊഡ്യൂസേഴ്സ് ഇനി ഒരു 30-40 പടങ്ങൾ, വലിയ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വ്യവസായം ഇനിയും മുമ്പോട്ട് പോകണം. അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും, മീഡിയ എല്ലാവരും നെഗറ്റീവ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരെയും നിങ്ങളോട് ഒരു സുഹൃത്തായിട്ട് കൺസിഡർ ചെയ്ത് ഈ പടം ഒന്ന് ഹിറ്റാക്കി ഇഷ്ടപ്പെട്ട ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഒമർക്ക, ബിഗ് ബോസ് താരം വിഷ്ണു ജോഷി ഇതിലുണ്ടല്ലോ, എങ്ങനെ വിഷ്ണു ജോഷിയെ ഓക്കെ. അപ്പൊ വിഷ്ണുവിനെ ഞാൻ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസിൽ ചെന്ന് ആ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി വഴി തന്നെ വിഷ്ണു എന്നോട് ചോദിച്ചു, ആരെ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ചോദിച്ചു, ആരാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചതാണ് എന്നെ അടുത്ത പടത്തിൽ അഭിനയിപ്പിക്കൂടാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിനെ വിളിപ്പിച്ചത്. ഇപ്പൊ അവന് മനസ്സിലായി ഞാൻ വേറൊരു കാര്യങ്ങളുണ്ട് ഈ പടത്തിനകത്ത്. ഒരു പടം റിലീസായി കഴിഞ്ഞാൽ ആ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടല്ലേ ഈ റിവ്യൂവേഴ്സ് ഒക്കെ വന്ന് റിവ്യൂ ഒക്കെ പറയുന്നത്. പക്ഷേ അതിന് മുമ്പേ അല്ല, സസ്പെൻസ് അല്ല, ആൾറെഡി വന്നിട്ടുണ്ട്. ഈ പടത്തിന് മുമ്പ് തന്നെ റിവ്യൂസ് ഒക്കെ നിങ്ങൾ കാണേണ്ടി വരും, ഷോയില് തന്നെ കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു സസ്പെൻസ് ഒക്കെ കൈയെടുക്കുക, ക്യാമറ കൈയെടുക്കുക. ബോൺ ആർട്ടിസ്റ്റ് ആണ്, അതിന് ബോൺ ഒടിച്ചിട്ട് ഞാൻ ചേട്ടാ ധ്യാൻ ചേട്ടാ പോലീസ് റോളിലാണ് വരുന്നത്. എന്താണ് റോളിനെ പറ്റിയെന്ന് പറയാവോ? പോലീസ് റോളിലാണ് ബാഡ് വോയിസിൽ വരുന്നത്. അബാമിന്റെ പടം കഥയൊന്നും അറിയില്ല, സ്ഥിരം ഞാനിവിടെ ഭയങ്കര തള്ളൊക്കെ തള്ളിട്ട് ത്രില്ലടിച്ചിട്ട് ഒന്നും അറിയില്ല. ചേച്ചിന്റെ അബ്രാഖാന്റെ പടം പോവാ ചെയ്ത് വരും, അത്രേ ഉള്ളൂ. അഭിനയിച്ചു, ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിലല്ലേ പറഞ്ഞല്ലോ, ഒരു ദിവസം എത്ര മിനിറ്റ് ഫുട്ടേജ് ഷൂട്ട് ചെയ്തോളാം. ഞങ്ങളിവിടെ ഇത്രയും നേരം പ്രസ് മീറ്റ് നടത്തിയല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാന്റെ ഒരു പ്രസ് മീറ്റിന്റെ ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പ്രത്യേക വല്ല കോഴ്സ് വർക്ക് കൊടുത്തിരുന്നു. അതായത് പടം നിൽക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് റഹ്മാനിക്ക് കാണുന്ന വരുന്ന ആയിരുന്നില്ല സെറ്റില്. റഹ്മാനിക്ക് എങ്ങനെയായിരുന്നു പിന്നെ താഴോട്ട് ഇറക്കി 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 ആദ്യം ICSE ആയിരുന്നു, താഴോട്ട് 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 അങ്ങനെ അടിച്ചില്ലേ ഇവിടെ ഒന്ന് ഫ്ലോ മൂടായി കഴിഞ്ഞാൽ തുടങ്ങിക്കോളാം. അല്ല, ഈ 4 ദിവസം ധ്യാൻ വന്നിട്ടുള്ളൂ. പക്ഷെ പടത്തില് ഇമ്പാക്ട് ടോട്ടൽ സെക്കൻഡ് ഹാഫ് ധ്യാൻ തന്നെ ഞെട്ടിപ്പോയി. ധ്യാൻ ഡബ് ചെയ്യാൻ വന്നിട്ട് ധ്യാൻ ചേട്ടാ 2023-24 കാലഘട്ടത്തിൽ ധ്യാൻ ചേട്ടനാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡയറക്ടേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏക നടൻ ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഒമർ ലുലു എന്ന ഡയറക്ടർക്കുള്ളത്? വ്യത്യാസം മറ്റുള്ള ഡയറക്ടേഴ്സിന് എന്താണ് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് ഒമർ ലുലു എന്ന ഡയറക്ടറിൽ നിന്ന്? ഏത് മറ്റേ മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്യാന്നുള്ളതും
പിന്നെ ഒരു ആ സമയത്തല്ലേ ഇക്കാന്റെ കേസ് നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു, അതൊന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു കാരണം അങ്ങനെ ഒരു സംഭവം വന്നിട്ട് പോലും അത് സിനിമേനെയോ, കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും സിനിമേനെ ബാധിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക മൂർധന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. അതെ, ഇന്നും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ എന്താ പറയാ സെറ്റില്, പക്ഷെ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും ഡേറ്റ് വന്നിട്ടുള്ളതും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾക്ക് നടുവില് പക്ക നമ്മള് സെറ്റ് ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പടം എന്ന് വെച്ചാൽ കോമഡി പടമാണ്, ഹ്യൂമറാണ്. അപ്പൊ അങ്ങനെ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഇക്കാതെ നമ്മളെ ആരെയും തന്നെ നമ്മളെ ഷൂട്ട് ചെയ്ത അന്നത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര ഇത്രയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, അതിലെല്ലാരും ഹീറോസ് ആണ്. എല്ലാരും ഒരു ഫ്രെയിമിനുള്ളിൽ മേക്കി കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഭയങ്കര സംഭവം. അതിന് ഒരു എന്താ ടാലന്റഡ് ഡയറക്ടറിന് അത് പറ്റൂ അല്ലേ? പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുള്ള സംഗതി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അഭിനയിക്കും, അതോടൊപ്പം നമ്മുടെ പെർഫോമൻസും അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഹ്മാൻ സാറാണെങ്കിലും ബാബൻ ചേട്ടൊക്കെ ആണെങ്കിലും വേറെ ടെറൈനിൽ ഇരിക്കുന്ന ആക്ടേഴ്സ് ആണല്ലോ. ഓൾഡ് സ്കൂൾ പോലെ ഇപ്പം അപ്പം അവരുമായിട്ട് പെർഫോം ചെയ്യാൻ നേരത്തുള്ള ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ പക്ഷേ എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് റഹ്മാനിക്കില്ലല്ലോ. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോട് നിൽക്കുന്നത് തന്നെ നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിന്ന ഒരു മുഖമാണ് റഹ്മാനിക്കയുടെ. ഇന്നത്തെ എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആണല്ലോ. അപ്പൊ ഇക്കേന്റെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമുക്ക് നമ്മൾ നന്നാക്കണം, അല്ലെങ്കിൽ നമ്മളത് നന്നായി ചെയ്യണം, നമ്മൾ കാരണം ആ സീൻ കൊളാവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ്. എനിക്ക് ഭവനോട് കോമ്പിനേഷൻ ഇല്ല, എനിക്ക് ഇക്കേനോടെയും ഇക്കേന്റെ ഗാങ് ബാഡ് ബോയ്സിന്റെ കൂടെയാണ് എന്റെ കോമ്പിനേഷൻ മൊത്തം. അപ്പം ബാക്കി വിപിനും മാൻസനൊക്കെ നമുക്ക് നമ്മുടെ സമപ്രായക്കാരാണ്, സെന്തിലായിക്കോട്ടെ. ഇക്കേനോട് അതല്ല, നമ്മൾ തെറ്റിക്കരുത്, നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന ദിവസം ഇക്ക കുറെ തവണ തെറ്റിച്ചു, ഒരു വാക്കിൽ ഉടക്കിപ്പോയി. കുന്നംകുളം ഇക്കൊക്കെ ഒരു വാക്ക് ആ പേരൊക്കെ കിട്ടിയില്ല കറക്റ്റ്. അതായത് ഒരു കുന്നംകുളത്തിന് പകരം എന്തോ ഇക്ക അവിടെ ഉടക്കി കുന്നമംഗലോ. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മൾ ഇതുപോലെ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ്. അപ്പൊ നമ്മള് എന്താ പറയണ്ട, ആ സീൻ എത്രത്തോളം നമ്മള് കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല. പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മുടെ കോമ്പിനേഷൻ സീനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ആ സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായ എനിക്ക്. കാരണം ഇവർക്ക് ഒരുപാട് വേറെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു. ഞാൻ വന്ന് പോയിരുന്ന സീനുകളൊക്കെ ഭയങ്കര ആസ്വദിച്ച് ചെയ്തതാണ്. ഞാൻ ചേട്ടാ ഇതിനകത്ത് പോലീസ് വേഷത്തില് താടി വെച്ചതിനെ പറ്റി ഇപ്പൊ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പം ബ്ലേഡ് അലർജി ഉള്ള ആളായ കൊണ്ടാണ് താടി വെച്ചത്. അപ്പൊ ഞാൻ ചേട്ടന് വേറെ പടത്തിൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നിർബന്ധം ചേട്ടൻ നിർബന്ധിച്ചാണ് അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്ന് തോന്നിയത്. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധ്യാന്റെ അടുത്ത് ചെന്ന വഴിക്കാണ് ഞാൻ പറഞ്ഞിരുന്നു താടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുഴപ്പമില്ല, എനിക്ക് രക്ഷിച്ചെട്ടിയാണ് എന്റെ മനസ്സിൽ. ഞാൻ ഇനിയൊക്കെ പറഞ്ഞേ ഇത് പവർ ഗ്രൂപ്പിന്റെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? അതൊരു ബെൽറ്റ് ഗ്രൂപ്പ് ആയിരുന്നാ പറയുന്നത്. അബാമിന്റെ കൂടെ ഒരു ബെൽറ്റ് ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പും ബെൽറ്റ് ഗ്രൂപ്പും. ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ പറയുന്നത് പടം അടുത്ത കാലത്ത് 2020 മിനി 2020 അങ്ങനെ നോക്കും അല്ലേ? ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. അജു, സൈജു ഏട്ടൻ, രമേശ് ഏട്ടൻ. അപ്പൊ ഇതൊരു 2020 എനിക്കൊന്ന് ബാബൻ ചേട്ടൻ ഇത് ആ 2020 ശേഷമുള്ള അതർ 2020 ആണ്. ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് ഒന്നും അറിയില്ല എന്നെ സംബന്ധിച്ച്. എന്നോട് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ്.
കഴിഞ്ഞ ദിവസം ഇനാഗുറൽ ഷോ ഫോർ പവർ ഗ്രൂപ്പ് ഞാൻ നയിക്കുന്ന പവർ ഗ്രൂപ്പ് ആണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുവേട്ടനെ പറ്റി, കാരണം ബാബുവേട്ടനെ പറ്റിയൊക്കെ കുറെ ഇത് വന്നല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഇവർ അവസരം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബാബുവേട്ടനൊക്കെ എന്റെ അറിവില് ഞാൻ വല്ലപ്പോഴും ബാബുവേട്ടനെ വിളിച്ചിട്ട് ബാബുവേട്ട നമ്മളൊരു പടമുണ്ട്, പരിപാടി ഉണ്ടെന്നുണ്ട് ബാബുവേട്ടൻ ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അവസരം ഇല്ലാതാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ഞാനാണ്. അപ്പൊ ഞാനായിരിക്കണമല്ലോ. അപ്പൊ അതെ, അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതാക്കുന്ന ഒരാൾ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട്. അവർ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ്. കാരണം എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം ഒരു സമയത്ത് വിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ്, ആഷിക്ക ഒരു ഗ്യാങ്, അങ്ങനെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഇത്രയും കാലം എന്റെ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവാം. നമ്മൾ പോലും അറിയാതെ ചിലപ്പോ നമ്മൾ മറ്റുള്ളവരെ, ഇപ്പൊ ഞാനും ധ്യാനം ഫ്രണ്ട്സാണ്. അപ്പൊ ഞാൻ പടം ചെയ്യുമ്പോ ധ്യാനം മതി, അപ്പൊ അവിടെ വേറെ അവസരം പോകും. അപ്പൊ നമ്മൾ പരമാവധി എന്താന്ന് വെച്ചാല് കൺസിഡർ ചെയ്യുക എല്ലാവരും. അത്രേ ഉള്ളൂ. അതിനപ്പുറം അതിനൊരു ഗ്രൂപ്പിസം എന്നൊക്കെ നമ്മൾ ആദ്യമേ പറയുമല്ലോ. ബെൽറ്റ്, ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ്, മറ്റേത് ബെൽറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇഷ്ടമുള്ള ആൾക്കാർ. ഇപ്പൊ ഞാൻ പോക്കറ്റ്സിനെ വെച്ചിട്ടാണ് ഏട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്തത്. എന്നുവെച്ചാൽ എല്ലാ മക്കളും ബിബിൻ ജോർജിനെ വിളിക്കായിരുന്നു ധ്യാന്റെ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ വിനീത് ശ്രീനിവാസൻ പവർ ഗ്രൂപ്പിലല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ വെച്ചാൽ പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പിസം എന്നും ഉണ്ടല്ലോ, എന്നും നിലനിൽക്കുന്ന എന്നാണ്. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ്. എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും. കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലേ? അതെ, നല്ലല്ലേ? ജാൻ ചേട്ടാ, ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. ഇപ്പൊ നീവിൻ ചേട്ടനെതിരെ കുറെ ഫേക്ക് അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ചേട്ടൻ കണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ നീമ്പടെ ഇത് പ്രൂവ് ചെയ്ത് ഫേക്ക് അലിഗേഷൻ ആണ് ഏകദേശം തെളിഞ്ഞു. പക്ഷെ നീവിൻ ചേട്ടൻ വീണ്ടും കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആരോ എന്നെ എതിർക്കുന്നു എന്ന രീതിയിലാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതെന്താ പറയാനുള്ളത്? അല്ല, ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. കാരണം അത്രയും ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയുമ്പോൾ അവർ പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവർ പറഞ്ഞത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ പിന്നെ ഇതായിട്ട് അനുബന്ധിച്ചായിട്ട് വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ ആ സമയത്ത് 14-15 തീയതികൾ. അപ്പം അതില് ഒരു കാരണം ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്നതിന്റെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. അപ്പം ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം അത് എനിക്ക് തോന്നുന്നു നിവിന്റെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തള്ളിപ്പോയി. അത് കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലാക്കിണ്ടാവണം ഇതിനോട്. സിനിമ കണ്ടാണ് നമ്മളെല്ലാരും വളർന്നു വന്നിരിക്കുന്നത്. റഹ്മാൻഖാൻ ഇപ്പോ വീണ്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റഹ്മാൻഖാനെ? മൊത്തത്തിൽ നേരത്തെ പറഞ്ഞെങ്കിലും ഈ സിനിമയിൽ അഭിനയ സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും റഹ്മാനൊക്കെയായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു? അതിനപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഹ്മാനൊക്കെ ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് ചോദിക്കുന്നത്, ഇത്രയും ഗ്യാപ്പ് എടുത്തതാണോ മലയാള സിനിമ, അല്ലെങ്കിൽ
ആണല്ലേ? മനഃപൂർവ്വം എടുത്ത ഗ്യാപ്പാണല്ലേ? കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ, അല്ലെങ്കിൽ അത് കാണാൻ വേറൊരു അഴകുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഒരു സാധനം ഇതിനകത്ത് കാണും എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ ഏറ്റവും നമ്മൾ ഇതാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയുന്ന വെച്ചാൽ മമ്മൂക്കയാണ്. അപ്പോ ഏജ് റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാവുന്ന ഇത്രയും സുന്ദരനായ നായകൻ എന്താ പറയണ്ടേ, മമ്മൂക്കയ്ക്ക് ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് പല സീക്വൻസിലും ട്രെയിലർ കണ്ടപ്പോൾ മമ്മൂക്കനെ ഓർമ്മ വന്നു. അല്ലെങ്കിൽ മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു പ്രസൻസും അല്ലെങ്കിൽ ഇമ്പാക്ട് നമുക്ക് പല ട്രെയിലറിന്റെ പല മൊമെന്റിലും, കാരണം ഞാൻ ഉള്ള സീനുകളിലൊക്കെ അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും മമ്മൂക്കനെ സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ചേട്ടാ സ്വന്തം പടങ്ങളെ കുറിച്ച് ഓവർ ഷൂട്ട് ചെയ്യാതെ പ്രേക്ഷകരുള്ള കാര്യം ഉള്ള പോലെ പറയുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ബാഡ് ബോയ്സിനെ കുറിച്ച് ഉള്ള പോലെ പ്രേക്ഷകർ പറയണമെങ്കിൽ ഞാൻ ഒന്ന് 4-5 ദിവസമേ ഉള്ളൂ ഞാൻ. പിന്നെ ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക ക്ലാഷ് ഉണ്ട്. നമ്മള് കഴിഞ്ഞ വിഷു നമ്മള് തൂക്കിയില്ല. അതുകൊണ്ട് ഈ ഓണം നമ്മള് തൂക്കും. തൂക്കില്ലല്ലോ, അത് വിട്ടു. എല്ലാ തവണ നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം കഴിഞ്ഞ തവണ പരിപാടി നമ്മള് കുറച്ച് നാടകവും നമ്മള് കുറച്ച് ഇമോഷണൽ സൈഡ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നമ്മൾ അതല്ല. ഇത്തവണ നമ്മള് കട്ട കമേഴ്ഷ്യൽ ഇതാണ്. അതിന്റെ കൂടെ നാടകം ത്രില്ലർ ഒന്നും വരണ്ട, അതിന്റെ സൈഡ് ആയിക്കോളും കുറച്ച് 3 ദിവസം കഴിഞ്ഞു. എനിക്ക് പക്ഷെ അപ്പോഴും ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കൂടെയുള്ള പടങ്ങള് ഒന്ന് അടുത്ത സുഹൃത്ത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പടം, ആ വീക്കെൻഡിന്റെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല ARM കിഷ്കിന്താകാണ്ടം, അതോടൊപ്പം തന്നെ ഗാങ്സ് ഓഫ് മാധവിന്റെ ഫസ്റ്റ് പടം, ഡെബ്യൂ പടം. അതുകൊണ്ട് എടുത്ത് പറയണം, നിങ്ങളൊക്കെ പറയണം. അതിന് സുരേഷ് അങ്കിളുടെ മകന്റെ ഫസ്റ്റ് പടമാണ് കുമ്മാട്ടിക്കളി. ഇത്രയും സിനിമകളുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഫെസ്റ്റിവൽ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട്. എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയ്ക്ക് പോയി 2-3 സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട്. അപ്പം അതേപോലൊരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽപ്പുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രെയിലറിൽ പറയുന്നുണ്ട് ഇവരെക്കാളും വലിയൊരു ബാഡ് ബോയ് ആണ് ഞാൻ. അപ്പൊ ആ ഒരു ബാഡ് ബോയ് ക്യാരക്ടർ പിടിക്കാൻ എത്രത്തോളം ഞാൻ ക്യാരക്ടർ പിടിക്കാറില്ല, അറിയില്ല. ഞാൻ തലേദിവസം വന്ന് വേറെ പടത്തിൽ വന്നിട്ട് അങ്ങനെ വന്നിട്ട് അടുത്ത പടത്തിൽ പോകുന്ന ആളല്ലേ. അവർക്ക് പറയുന്ന സാധനം ചെയ്യുക പോവാന്നല്ലാതെ നമ്മള് എന്നെ സാരം കണ്ടായിരുന്നു അവിടെ. അവൻ കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് കാണിച്ചു പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് 2025 അടുത്ത ധ്യാൻ ശ്രീനിവാസന്റെ ഡയറക്ടർ മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടായത് ഏതോ ഇന്റർവ്യൂല്. അത് ശരിയാണെന്ന് അറിയില്ല. അപ്പൊ അതില് റഹ്മാൻ സാറിനെ കാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇപ്പൊ കാസ്റ്റ് ചെയ്യാൻ ചെയ്തു ഇക്ക ചെയ്യുമെന്ന് ചോദിക്കുക. ഇക്ക മലയാളത്തിൽ വിട്ടു നിൽക്കുക. അപ്പോഴാ ഒടിഞ്ഞ കൈയാണ്. അപ്പോ അല്ല, നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മള്. അതുകൊണ്ട് ഇക്ക ചെയ്യാന്ന് ഇപ്പൊ വാക്ക് പറഞ്ഞപ്പോ എന്നെ പറഞ്ഞ സന്തോഷം. ഈ ഇപ്പൊ ഓണത്തിലുണ്ടല്ലോ ഒരുപാട് ആഡ് ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്. ലാലേട്ടനെക്കാട്ടിയും കൂടുതൽ ഈ ഓണത്തിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് ആഡ് ഫിലിംസിന്റെ ലാലേട്ടനെ മൈജിക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഡേറ്റില്ല. നീരജ് ചെയ്തല്ല, മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാനായിരുന്നു. ഞാൻ ആ തിരിയുടെ മലയാളിക്ക് പറഞ്ഞാൽ അവര് പറയുന്ന പൈസക്ക് പോവാൻ, പറയുന്ന പൈസ പോവാം. അവരപ്പോ ലാലേട്ടനേക്കാളും പൈസ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലെ ഇത്രയും പൈസ ഇല്ല മോനെ, വേണ്ടെങ്കിൽ വന്ന് ചെയ്താന്ന് അവര് പറഞ്ഞു മൈജിക്കാര്. അങ്ങനെ അത് പോയി. ഞാൻ ഡിജിറ്റൽ അല്ലടാ, ഞാൻ ഇതിലോട്ട് ടിവിയിലോട്ട് വരാറില്ല. പ്ലസ് പരസ്യം ഇനോഗ്രേഷൻ കട്ട് ചെയ്ത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് വേദന.
പോകുന്നിടത്തെല്ലാം ആ സെറ്റിലെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതെ, അതെ, അതെ. ഇന്റർവ്യൂവിൽ അതെ. അങ്ങനെയാണ് വന്നത്. അതെ. അപ്പൊ എങ്ങനെയാണ് പലരും പറയാറുണ്ട് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എപ്പോഴും നോക്കാൻ മേലെ, കുറച്ചുകൂടെ തിരക്കുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ് പിടിക്കാൻ മേലെ ഇതൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയല്ലോ. എന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ പോട്ടേന്നേ, അതല്ലേ നല്ലത് അല്ലേ? കൈ ഒടിഞ്ഞ കഥ പറയാം. അത് ഇവിടുത്തെ നമ്മുടെ ഈ ഇതിനകത്ത് നിന്ന് മാറിപ്പോകും. കൈ പിടിച്ചൊന്നുമില്ല. ലുക്മാൻ ഒരു പടം ഹർഷദ് എന്റെ ഉണ്ടയുടെ ഒക്കെ പുള്ളിയുടെ പടത്തിന്റെ ഷൂട്ടിനിടയിൽ ഒന്നും ചവിട്ടിയപ്പോ തെറിച്ചു പോയി, റിസ്റ്റ് ഒന്ന് പൊട്ടി, സർജറി കഴിഞ്ഞു, പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു. കുറെ പടങ്ങൾ ഏതാ സോഫി ചേച്ചിയുടെ പടം ചെറിയൊരു ആക്ഷൻ ഉണ്ട്. പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന 1-2 പടങ്ങളൊക്കെ ചെറുങ്ങനെ. കുറെ പടങ്ങൾ ചെയ്യുന്നു, കുറെ ആഡ്സ് ചെയ്യുന്നു, കുറെ ഇനാഗ്രേഷൻസ് ചെയ്യുന്നു. എവിടെയാണ് ഈ പടങ്ങള്? എത്രയധികം പൈസ ആ എവിടെയാണ് എടാ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. എന്തിനാ ഇപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറയണോ? ജസ്റ്റ് ഫണ്ട് രീതിയിൽ ചോദിച്ചെന്നുള്ളു. കോമഡിക്ക് ടൈമായി. ഇന്ന് ഒരു വലിയ വാർത്ത വന്നു. താങ്കൾ അമ്മ സംഘടനയുള്ള ആളാണ്. അപ്പൊ പൂർണ്ണമായിട്ടും എല്ലാവരും രാജിവെച്ച സംഭവത്തിൽ നിൽക്കുകയാണ്. ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നു. താരസംഘടനയിൽ 20 പേര് ബി ഉണ്ണികൃഷ്ണൻ സമീപിച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ചർച്ച നടത്തിയിരുന്നു? അതേക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന 20 പേരെ കുറിച്ച് മാത്രമേ അറിയാം. വേറെ ആൾക്കാരെ കുറിച്ച് ഒന്നും അറിയില്ല. വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എനിക്കറിയില്ല. ഈ 20 പേരെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല അല്ലെ? ഹൈദരാലിക്ക് വേറെ പണിയില്ല. ബാഡ് ബോയ്സിനെ കുറിച്ച് അല്ല ഇതിനകത്ത് ഹൈദരാലി പറഞ്ഞില്ലേ? ഹൈദരാലി ഇത്തിരി അകന്നിരിക്കുന്ന ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കാന്നുള്ളത്. ഞങ്ങള് അഡ്വോക്കേറ്റ് കമ്മിറ്റി ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ സഞ്ചരിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കൂടെയാണ് 20 ദിവസമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ 20 പേരെ കുറിച്ചാണ് എനിക്കറിയാവുന്നത്. കൃത്യമായിട്ട് എല്ലാ കാര്യവും അറിയാം. ബാലയുടെ തന്നെ എല്ലാ സീക്രട്ടും ആരും ഉൾപ്പെടുള്ളത്. ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നാളെ സെപ്റ്റംബർ 13-ാം തീയതി ബാഡ് ബോയ്സ് റിലീസാകുന്നു. അമ്മ മൂവീസ് ഉമർ ലുലുവിൻ്റെ ഒരു ഫണ്ട് ഫിലിം. സോ നിങ്ങളെല്ലാവരും സിനിമ കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.